മഹത്തരമായ ചിന്തയാണ്, ആശയമാണ് നമ്മൾ ഇന്നിവിടെ വായിച്ചിട്ടുള്ളത്. ഇനിയില്ല, ഇവിടെ ഇരിക്കുക, അവിടെ തിരുന്നില്ല, അസൗകര്യമാണ്. ഇനി ഇവിടുന്ന് പോവുകയും വരികയും ചെയ്യല്ലോ, ഇവിടെ ഇരുന്നാട്ട്. ഏറ്റവും മഹത്തരമായ ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. അത് ശിഷ്യഗണങ്ങളെ ഒരു മഹാദൗത്യം ഭരമേൽപ്പിക്കുകയാണ്. അവരോട് പറഞ്ഞത്, പിതാവെന്നെ സ്വർഗത്തിൽ നിന്ന് അയച്ചു. അയക്കുമ്പോൾ സകല അധികാരവും പിതാവ് എനിക്ക് തന്നു. ആ അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് ആ അധികാരത്താൽ നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ എന്നെ സാക്ഷീകരിക്കണം. നിങ്ങളുടെ സാക്ഷ്യവചനം കേട്ട് യാതൊരുവൻ പ്രതികരിച്ച് മുമ്പോട്ട് വരികയാണെങ്കിൽ അയാളെ സ്നാനമേൽപ്പിച്ച് ശിഷ്യനാക്കണം. ഈ ദൗത്യത്തിന് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഇതാണ് യേശുവിൻ്റെ അവസാന വാക്കുകൾ. ഇതിനൊരു പേര് ബൈബിൾ ഗൗരവത്തിൽ പഠിക്കുന്ന ആളുകൾ പറയാറുണ്ട്, യേശുക്രിസ്തുവിൻ്റെ മഹാനിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ. ഈ ദൗത്യം ഉൾക്കൊണ്ടാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി ലോകത്ത് പ്രവർത്തിക്കുന്നത്. ക്രിസ്ത്യവിശ്വാസം ലോകത്തിൻ്റെ 5 വൻകരകളിലും ഏറിയും കുറഞ്ഞുമുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം അനുഗാമികളുള്ളത് യേശുക്രിസ്തുവിനാണ്. അത് ഇന്ന് കാണുന്ന വിധത്തിൽ വിലയിരുത്തിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹമായി നമ്മൾ മാറിയതിൻ്റെ പിന്നിലെ വചനം ഈ മത്തായി 28:19. ലോകത്തിൻ്റെ അറ്റം വരെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. നിങ്ങൾ എന്നെക്കുറിച്ചുള്ള പ്രതിവാദ്യം അവിടെ എത്തിക്കണം. ഇത് കർത്താവിൻ്റെ ഇഷ്ടമായിരുന്നു. ആ ദൗത്യം ഏറ്റെടുത്ത യേശുവിൻ്റെ അനുഗാമികൾ ലോകത്തിൻ്റെ അറ്റം വരെ അത് എത്തിക്കാനുള്ള വലിയ വ്യഗ്രതയിലാണ്. ആ വ്യഗ്രതയുടെ പേരാണ് വാസ്തവത്തിൽ സുവിശേഷീകരണം. അതിനുവേണ്ടിയാണ് ഇത്തരം ഗോസ്പൽ ടീമുകൾ നിലനിൽക്കുന്നത്. പക്ഷെ ലോകം അറിയാതെ നമ്മളെ തെറ്റിദ്ധരിച്ചു. ഇത് മതപരിവർത്തന ശ്രമമാണ്. അതല്ലെങ്കിൽ മറ്റു മതങ്ങൾ വിമർശിക്കുന്നു, അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹൃദവും സാഹോദര്യവും ഒക്കെ നഷ്ടപ്പെടുത്തി നമ്മുടെ സോഷ്യൽ ഫേബ്രിക്സിന് പരുക്ക് പറ്റത്തക്ക വിധത്തിൽ നമ്മൾ ഇടപെടലുകൾ നടത്തുന്നു എന്ന ഒരാക്ഷേപം നമ്മളെപ്പറ്റിയുണ്ട്. നമ്മുടെ തന്നെ ചില സഹോദര സഭകൾ പറയാറുണ്ട്, ഞങ്ങളാരും അത് ചെയ്യുന്നില്ല, പെന്തക്കോസ്തുകാരാണ് അത് ചെയ്യുന്നത്. ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് ചെന്ന് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കണമെന്നൊന്നും പറയാറില്ല, പക്ഷേ ഞങ്ങളല്ല പെന്തക്കോസ്റ്റൽസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് TV ചർച്ചകളിലൊക്കെ ആളുകൾ വന്നിരുന്ന് പറയാറുണ്ട്. തെറ്റല്ല അവർ പറഞ്ഞത്. ഞങ്ങൾ തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. ലോകത്തിൻ്റെ അറ്റം വരെ ഈ കൽപ്പനകൾ കൊണ്ടെത്തിക്കണമെന്നുള്ള ബാധ്യത ഒരഭിഷേകമായി നമ്മളിലുണ്ട്. അതിൻ്റെ നാച്ചുറൽ പ്രതികരണമാണ് ആ പ്രസംഗം. അതിന് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ചിലപ്പോൾ എതിരികൾ നമ്മളെ ക്രൂരമായി നേരിടും. നമ്മുടെ സ്ഥാപനങ്ങൾ തകർക്കും. വടക്കണ്ടിലെ ചില ആലയങ്ങൾ JCB കൊണ്ടൊന്ന് ഉഴുതുമറിച്ച് അവിടെയുള്ള മനുഷ്യരെ അതിക്രൂരമായി ആക്രമിച്ച് ആളുകൾ ഓടിച്ചു വിടും. ഇങ്ങനെയുള്ള പ്രവണതകൾ രാജ്യത്ത് സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്നറിഞ്ഞല്ലേ യേശു ഇത്തരമൊരു കാര്യം നമ്മോട് പറഞ്ഞത്. ഇത്ര അപകടം തീർച്ചയായും. അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യഗണങ്ങളോട് മറ്റൊന്നുകൂടി പറഞ്ഞു,
കുഞ്ഞാടുകളുടെ ഇടയിൽ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ആ ജാഗ്രത നിങ്ങൾക്ക് ഉണ്ടാകണം. പോകുന്നത് ചെന്നായ്ക്കുട്ടങ്ങളുടെ അരികിലേക്കാണ്. ചെന്നായ്കൾ കടിച്ചു കുടയും. ചെന്നായുടെ സ്വാഭാവികമായ പ്രതികരണമാണ് രക്തം കുടിക്കുക എന്നുള്ളത്. ജോലി എന്താണെന്നറിയണ്ടേ? ആ ചെന്നായ്ക്കളുടെ ഉള്ളിൽ മാറ്റം വരാനാണ് നിങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ, ജയമെടുത്ത ദൈവകുഞ്ഞാടായി യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന്, മുറിവെറ്റവനായി, ജയാളിയായി, യുദ്ധത്തിൽ വിജയം വരിച്ചവനായി യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു സ്വർഗീയ ദർശനത്തിൽ ഇപ്പോൾ നമ്മുടെ യോഹന്നാൻ പറയാണ്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. നമുക്കറിയാം, ആട് ഒരു ചെന്നായുടെ വട്ടത്തിലേക്ക് ചെന്നാൽ തിരിച്ചു വരില്ല. ഇതുവരെയും വന്ന ചരിത്രമില്ല. കാരണം ചെന്നാകൾ ഒരു പറ്റമായി വന്ന് ആടിനെ ആക്രമിക്കും. വേഗത്തിലാണ് ആക്രമണം. അതിൻ്റെ ചോര കുടിക്കും, അത് ചാകും. പക്ഷെ ഒരു കുഞ്ഞാട് മാത്രം ചെന്നായ്ക്കളുടെ പറ്റത്തിൽ കടന്ന് ചെന്നായ്ക്കളുടെ സകല ശ്രമങ്ങളെയും പരാജയപ്പെടുത്തി ജയാളിയായി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് അതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടിട്ട് സ്വർഗീയ ജീവികൾ പാടുകയാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടേ, നിനക്കും മഹത്വം. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആ ക്രിസ്തു പറയുക, ഞാനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അതെന്ന് വരിക? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ കൂടെയുണ്ട്. എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എനിക്ക് അത്യാവശ്യം പ്രശ്നങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വെള്ളവും വെളിച്ചവും ഒന്നും വേണ്ട. ഈ കുറിപ്പില്ലാതെ പറയുന്ന ഒരാളാണ്. എൻ്റെ ഏകാഗ്രത പോയി കഴിഞ്ഞാൽ അകപ്പാടാ, ശ്രദ്ധിക്കണം. അതുകൊണ്ട് തിരുവെഴുത്തിലേക്ക് തന്നെ നമുക്കൊന്ന് അടുത്ത് വരാം. ഇവിടെ ഒരു കാഴ്ച എന്നാണ് ഈ കൽപ്പന കർത്താവ് കൊടുക്കുന്നത് അറിയണ്ടേ? എല്ലാ പ്രതീക്ഷകളും ഏതാണ്ട് അറ്റു. കാരണം കർത്താവായ യേശുക്രിസ്തു 3.5 കൊല്ലങ്ങൾ ഈ ലോകത്ത് പ്രവർത്തിച്ച ഘട്ടത്തിൽ 10,000-കണക്കിനായ മനുഷ്യർ യേശുവിൻ്റെ അനുഗാമികളായി വന്നു. അപ്പോൾ ഒരു യോഗത്തിൽ കൂടുന്നത് 10,000-കണക്കിന് ആളുകളാണ്. ഫ്ലക്സും നോട്ടീസും പാട്ടുകാരും ഒന്നുമില്ല. യേശു ഉണ്ട് എന്ന ശ്രുതി കേട്ടാൽ മതി, 10,000 അവിടെ വരും. ആയിരക്കണക്കിന് ആളുകൾക്ക് കാപർന്നഹൂമിൽ ഗലീലിയായുടെ വിവിധ മേഖലകളിൽ അത്ഭുത സൗഖ്യം കിട്ടി. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഈ അനുഭവങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ഒരു സെലിബ്രിറ്റിയെപ്പോലെ ലോകം കാണുന്നൊരു മഹാരഥൻ പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ദിവസം അറസ്റ്റ് വരിക്കുമ്പോൾ എന്തിന് ഈ 10,000 പോയിട്ട് തൊട്ടരികിലുണ്ടാകുമെന്ന് വിശ്വസിച്ച 12 പേരും കൂടെ ഇല്ല. ഒറ്റക്കൊരാൾ അറസ്റ്റ് വരിച്ചു. അവിടെ മുതൽ ലോകം വിചാരിച്ചത് ഈ മാർഗം ഏതാണ്ട് തകർന്നു, ഇനി ഇതിന് മുമ്പോട്ട് പോകാനാവില്ല. അതിലും ഒരു ശരിയുണ്ടായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൽ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാരാ പാർട്ടികളുടെ ഘടക കക്ഷികളായിട്ടുണ്ട്. അവയ്ക്കൊന്നും അധികം ആയുസില്ലെന്ന് നമുക്കറിയാം. അതിൻ്റെ നേതാവ് മരിക്കുന്നതോടെ അതങ്ങ് തീരും. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന 2-3 രാഷ്ട്രീയ കക്ഷികൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവയ്ക്ക് നിലനിൽപ്പില്ലാത്തതിൻ്റെ കാരണം അതിൻ്റെ കരിസ്മയുള്ള ലീഡർ പോയി. മക്കളൊക്കെ കുറച്ചുനാൾ ഓടിക്കാൻ നോക്കും, പിന്നെ നടക്കില്ല, അത് പൊളിഞ്ഞു പോകും. ഇതേ തന്ത്രമാകണം ഒരുപക്ഷെ അന്ന് റോമൻ ഭരണകൂടവും യഹൂദന്മാരും ചെയ്തത്. നെടുനായകത്വം വഹിക്കുന്നവനെ ക്രൂശിച്ചാൽ പിന്നെയുള്ളത് 12 പേര് ദുർബലരാണ്, അവർ ഭീരുക്കളാണ്. അതുകൊണ്ട് ഈ മാർഗം ഇവിടെ തകരും, ഇനി രക്ഷയില്ല. അതിലുള്ള ആളുകളെടുക്ക് ഒരുവൻ ഒറ്റിക്കൊടുത്ത് ആത്മഹത്യ ചെയ്തു. മറ്റൊരാളെ എടുക്ക് അയാൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു, പത്രോസ്. ഇനി ഒരാളെടുക്ക് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരുവൻ, തോമസ്.
ഇത്രയും ദുർബലർ ശിഷ്യന്മാരായി കിട്ടി ഈ മാർഗം പോവില്ല. നമ്മളൊന്ന് ചിന്തിച്ച്, സത്യത്തിൽ അവരെക്കാൾ നമ്മൾ ഒത്തിരി തീരുമാനമുള്ളവരാണ്. ഈ ഗോസ്ബൽ ടീമിലൊക്കെ ഉള്ള ആളുകൾ അവരെപ്പോലെ ആരുമില്ല, എല്ലാവരും തന്നെ സമർപ്പണമുള്ളവരാണ്. നമുക്ക് ഒത്തിരി ചെയ്യാനുണ്ടെന്ന് അതിൻ്റെ അർത്ഥം, ഒത്തിരി പ്രവർത്തിക്കാനുണ്ടെന്ന് അർത്ഥം. എന്താ ഇതിൻ്റെ അടിസ്ഥാന കാരണം? ഭയചകിതരായി നിൽക്കുന്ന ഈ സമൂഹം പക്ഷെങ്കിൽ തിരിച്ചു ചെന്നാൽ പഴയ യഹൂദന്മാർ അംഗീകരിക്കില്ല. വലിയ പാടാണ്. റോമക്കാർ ഇവരെ കണ്ടാൽ സംശയാലുക്കളായി പിടിച്ച് ജയിലിടും. കാരണം കുറ്റവാളിയായി മുദ്ര കുത്തി ക്രൂശിക്കപ്പെട്ടവൻ്റെ ആ സംഘടനയിലുള്ളവരാണ് ഇവർ. അതുകൊണ്ട് ഭയം നിമിത്തം അവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരുമനപ്പെട്ടു വന്നിരുന്നു പ്രാർത്ഥിച്ചത്. ഭയമുള്ളവൻ്റെ അതിശക്തമായ പ്രതിരോധമാണ് മുഴങ്കാലിരുന്നുള്ള പ്രാർത്ഥന. ഏത് ഭയത്തെയും ദൂരീകരിക്കാൻ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അനവധി അവസരങ്ങളിൽ. അവർക്ക് ഒത്തുകൂടാൻ ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് നമ്മൾ അറിയുന്ന പോലെ മാർക്കോസിൻ്റെ മാളികമുറി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. വലിയ ധനാഢ്യനായിരുന്നു മാർക്കോസ്. അദ്ദേഹത്തിൻ്റെ മാളികമുറിയിൽ 100-200 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ട ശേഷിയുണ്ടായിരുന്നു. ആ വീട്ടിൽ അവർ ഒത്തുകൂടെ. ഇനി എന്തോ ശേഷിയുണ്ടെങ്കിലും, എത്ര ധനാഢ്യനാണെങ്കിലും ഇത്രയും ആളുകളെ എത്ര നാൾ ഇങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? ആ ഘട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ് യേശു വന്നിട്ട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഇവിടം വിട്ടു പോവല്ലേ, ഇവിടെ തന്നെ തുടരണം. എന്തിനാണെന്നറിയണ്ടേ? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് യെരുശലേമിൽ തന്നെ നിങ്ങൾ കാത്തിരിക്കണം. അവരോർത്തു, ഈ ഭയത്തിൻ്റെ നടുവിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന റോമൻ ഭരണകൂടമുള്ള രാജ്യത്ത്, ഞങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന ജൂതന്മാരുള്ള സ്ഥാനത്ത് സ്വന്തമായി ഒരു ഹെഡ് ക്വാർട്ടറോ സ്വന്തമായി ഓഫീസോ സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ, ഇന്ന് കാണുന്നൊരു പ്രതാപവുമില്ലാതെ ശൂന്യതക്കുള്ളിൽ കഴിയുന്ന ഞങ്ങളോട് ഭയം ധരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ കാത്തിരിക്കണമെന്ന് ഗുരു പറഞ്ഞു. ഇതാ ഈ ഗുരുവിൻ്റെ മാത്രം പ്രത്യേകത. നമ്മോട് മാത്രം വേറിട്ട ഒരു സന്ദേശം പറയുന്ന ഈ ഗുരുവിൻ്റെ ശബ്ദമാണ് ഈ രാത്രി ദേശം കേൾക്കുന്നത്. എവിടെ ഭയപ്പെട്ടോ അവിടെ ധൈര്യം തരുന്നവൻ, എവിടെ പരാജയപ്പെട്ടോ അവിടെ ജയം തരുന്നവൻ, എവിടെ നിരാശപ്പെട്ടോ അവിടെ ബലം തരുന്നവൻ, എവിടെ തോൽവി പിണഞ്ഞുവോ അവിടെ മുന്നേറ്റം സൃഷ്ടിക്കുന്നവൻ, ആർക്കും കാണാത്ത അഭൂതപൂർവമായ ജീവിതത്തിൻ്റെ വഴികളിലൂടെ സർവ്വജനത്തെയും നയിക്കാൻ കഴിയുന്ന അജയ്യനായ യേശുക്രിസ്തുവെന്ന യുഗപുരുഷനെ, രക്ഷകനെ ഈ ദേശത്തിന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ സുവിശേഷത്തിൻ്റെ മഹാത്മ്യം ഞങ്ങൾ ഇങ്ങനെ ഘോഷിക്കുന്നു: മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിൻ്റെ നാമം. ആ മാറ്റമില്ലാത്ത നാമം ആരെന്ത് ഹൃദയം തുറന്ന് കേൾക്കും? ഈ നാമം കേൾക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിടുതലാണ്. ഈ ദേശത്തിന് ദൈവശക്തിയാണ്. ഈ അന്തരീക്ഷത്തിന് അത് ശുദ്ധീകരണമാണ്. എത്രയോ മലിനപ്പെട്ട സന്ദേശങ്ങൾ കേട്ട അതിൻ്റെ ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കുന്ന ഈ മേഖലയിൽ ഈ ശബ്ദം ചില വീടുകൾക്ക്, ചില വ്യക്തികൾക്ക് വലിയ ശുദ്ധീകരണം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകുന്ന ഈ സുവിശേഷം ഞങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ അനുഗ്രഹത്തിനായി വീണ്ടും ആവർത്തിച്ച് പ്രസംഗിക്കുകയാണ്. സ്തോത്രം. പ്രിയരേ, ഇതെന്തിനാണ് യേശു ഇങ്ങനെ പറഞ്ഞേ? എന്തിനാ ഇതൊക്കെ പറയുന്നേ? മനുഷ്യന് നന്നായി ജീവിച്ച പോരെ? മനുഷ്യൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത്, വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുത്ത്, നാട്ടിലാർക്ക് ശല്യമില്ലാതെ പോയാൽ പോരെ? നമ്മൾ സുവിശേഷം പറഞ്ഞ ഒരാളോട് പറയുമ്പോൾ പറയും, ഇതിനകത്തൊന്നും കാര്യമില്ല, നന്മ ചെയ്യണം, ഭക്ഷണം വേണമെന്നവന് വാങ്ങിക്കൊടുക്കണം, അരക്ഷിതാവസ്ഥയിൽ കഴിയുന്നവരെ സംരക്ഷിക്കണം. ഇതൊക്കെ ഇവർ പറയാറുണ്ട്. തിരിച്ച് ഇവരിത് വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷെങ്കിൽ നമ്മളിതൊക്കെ ചെയ്യുന്ന മനുഷ്യരുമാണ്. നമുക്കുള്ള വ്യത്യാസം ഇത് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇടാറില്ല, ഇതൊക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കാറില്ല. നമ്മൾ കണ്ടിട്ടില്ല, ചിലപ്പോൾ വഴിയിൽ കിടക്കുന്ന ഒരു യാചകന് ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് അത് ഫേസ്ബുക്കിൽ എടുത്തിരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് അതെടുത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. യേശുവിൻ്റെ പഠിപ്പിക്കലിനെ വിരുദ്ധമാണ്. അതെന്താ? അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. വലം കൈ ചെയ്യുന്ന എന്തെന്ന് ഇടം കൈ അറിയരുത്. ഇങ്ങനെ കർശനമായി നിർദ്ദേശം തന്നൊരു ഗുരുവാണ് നമ്മുടെ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പറയാനും പാടില്ലാത്തതാണ്. അവ
അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിലല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നു മാത്രം. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് അറിയണ്ടേ? കഷ്ടപ്പെടുന്നവന് കണ്ടെത്തി അവനെ ഇതൊക്കെ സഹായിച്ചെന്ന് കൂട്ടിക്കോ, അതൊക്കെ മനുഷ്യ സാധ്യമാണ്. അതിന് വിശ്വാസിയാകണമെന്നോ യേശുവിൻ്റെ അനുഗാമിയാകണമെന്നോ നിർബന്ധമില്ല. മനുഷ്യത്വമാണ് അതിൻ്റെ ആധാരം. യേശുവിൻ്റെ അനുഗാമികൾക്ക് അത് കൂടുതൽ വേണം, ഉണ്ടാകണം. അല്ലെങ്കിൽ അവർക്ക് യേശുവിനെ അനുഗമിക്കാൻ കഴിയില്ല. അത് മറ്റൊരു സത്യം. അത് യേശു പഠിപ്പിച്ചു. പരീശന്മാരെന്നറിയപ്പെടുന്ന കപടഭക്തരുണ്ടായിരുന്നു. അവരിങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്തിട്ട് ആളുകൾ കാണുക ചെയ്യുമ്പോൾ അവരുടെ കപടഭക്തിയെ വിമർശിച്ചിട്ട് പറഞ്ഞു, ആ കപടഭക്തി നിങ്ങൾക്കുണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല, അവർ ചെയ്ത നന്മ നിങ്ങൾ ചെയ്യുകയും തിന്മ ചെയ്യാതിരിക്കുകയും വേണം. അങ്ങനെയാണ് പഠിപ്പിച്ചത്. നന്മ ഏതൊരു മനുഷ്യൻ കണ്ടോ അത് നിങ്ങൾക്ക് പകർത്താം, അത് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പാടില്ല. ഇതാണ് ഗുരു പഠിപ്പിച്ചത്. പക്ഷേ ഞാനൊരു ചോദ്യം, വിശക്കുന്ന മനുഷ്യന് അന്നം കൊടുക്കണം, സംശയമൊന്നുമില്ല. മറിച്ചൊരു കാര്യം, ഇന്ന് ആത്മഹത്യ ചെയ്യാനിരിക്കുന്നൊരു മനുഷ്യന് ബിരിയാണി വാങ്ങിക്കൊടുത്താൽ കഴിയുമോ? കഴിക്കില്ല. മരണത്തിൻ്റെ മുനമ്പത്ത് നിൽക്കുക, പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു കുട്ടി, അവളെ നിങ്ങൾ എങ്ങനെയാണ് ആഹാരം കാട്ടി തിരിച്ചു വിളിക്കുക? കാരണം ആഹാരത്തോടുള്ള അവളുടെ താല്പര്യം പോയി. ആഹാരത്തോടല്ല, ജീവിതത്തോടെയുള്ള അവളുടെ താല്പര്യം പോയി. മരണമാണ് മുമ്പിൽ. അങ്ങനെയുള്ളവനെ നേരിടാൻ നമ്മുടെ പക്കലുള്ള ഫോർമുല എന്താ? അവിടെയാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി. ഞാൻ അതിലേക്ക് കൂടി വരാം. ചില ചോദിക്കാറുണ്ട്, മഹത്തരമായ ആശയ ആദർശങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, പിന്നെന്തിനാ നിങ്ങളിത് പ്രസംഗിക്കുന്നത്? ഇന്ത്യയിൽ അതിൻ്റെ ചരിത്ര പരമ്പരകളിൽ ധാരാളമായ നന്മകൾ ഉപദേശിച്ച ഗുരുഭൂതന്മാരുടെ നാടാണിത്. എനിക്കതിൽ സംശയമൊന്നുമില്ല. അവരാരും മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ഗൗരവതരമായി ഇത്തരം ഗുരുഭൂതരെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. പഠിക്കുന്തോറും അവരോടുള്ള മതിപ്പ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കുറവും അക്കാര്യത്തിലില്ല, സമ്മതിക്കാൻ മടിയുമില്ല. ഉദാത്തമായ ആശയാദർശങ്ങൾ ഇവരുടെ കാഴ്ചപ്പാടുകളിൽ ഉണ്ടെന്നുള്ളൊരു സത്യമാണ്. പക്ഷെ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് ആ പ്രശ്നം എന്നറിയണ്ടേ? പറയാം. നമ്മൾ ചില തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. അതെന്ത് എന്നൊരു ഉദാഹരണം ചോദിച്ചാൽ, നമ്മൾ വഴിയിൽ നിന്ന് ഇത്രയും പേര് ഒരുമിച്ച് ചായ കുടിക്കുക. ഈ ചായ കുടിച്ചിട്ട് ആ പ്ലാസ്റ്റിക് ഗ്ലാസ് അല്ലെങ്കിൽ ആ പേപ്പർ ഗ്ലാസ് എടുത്ത് അവിടെ കിട്ടും. നമ്മൾ നമ്മുടെ വഴിക്ക് പോവാണ്. ഇപ്പോൾ അതൊക്കെ മനുഷ്യൻ ഒത്തിരി കുറച്ചിട്ടുണ്ട്, നല്ലത്. ശുചിത്വ ബോധം ഒത്തിരി നമ്മളെ വർദ്ധിച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് എടുത്ത് വഴിയിലേക്ക് എറിഞ്ഞു പോകുന്ന നിങ്ങളെ ആളുകൾ സാറേ എന്നാണ് വിളിക്കുക, അല്ലെ മാഡം എന്നാണ് വിളിക്കുക. അല്പം കഴിയൊരു മനുഷ്യൻ അവിടെ വരും, എന്നെ നിങ്ങളെയും പോലൊരു സാധാരണ മനുഷ്യൻ. അയാൾ ആ ഗ്ലാസ്സൊക്കെ പെറുക്കും. അല്ലെങ്കിൽ ഒരു സഹോദരി വരും, ഹരിത കർമ്മസേനയുടെ ആളാണ്. ആ സ്ത്രീ വന്ന് ഇതെല്ലാം പെറുക്കിയെടുത്ത് ഒരിടത്ത് കൊണ്ട് സംസ്കരിക്കും. അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആളിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? അവരോട് നിങ്ങൾക്ക് ആദരവുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഈ പരിസരം മലിനമാക്കുന്നവൻ സാറാണ്, ആദരിക്കപ്പെടും. പരിസരം ശുദ്ധിയാക്കുന്ന ആളെന്തോ കുറഞ്ഞ ആളാണ്. നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. തിരക്കേറിയ റോഡരികിൽ മാലിന്യം വലിച്ചെറിയുന്നവൻ മാന്യന, ആ മാലിന്യം ശുദ്ധീകരിക്കുന്ന ആൾ മോശമാണ്. ഇതാ ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം. അത് കേരളത്തിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ നാടിനെ മൊത്തമെടുത്താൽ ഇത്രയും ഋഷിതുല്യന്മാർ, ഇത്രയും ശ്രേഷ്ഠർ, ഇത്രയും കരുത്തർ, ഇത്രയും ദാർശനികരുണ്ടായിരുന്ന രാജ്യത്തെവിടെയും പണിയെടുക്കുന്ന മനുഷ്യനെ, അധ്വാനിക്കുന്ന മനുഷ്യനെ, വയലിൽ നെല്ല് വിളയിക്കുന്ന മനുഷ്യനെ, വഴിയോരത്ത് പണിയെടുക്കുന്ന മനുഷ്യനെ, എനിക്കും നിങ്ങൾക്കും സുഗമമായി യാത്ര ചെയ്യാൻ പാതയൊരുക്കുന്ന ആളിനെ ബഹുമാനിച്ച ഒരു സൂക്തവും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. എവിടെ? ഇനി ബഹുമാനിക്കേണ്ട, അപമാനകരമായി അത് തോന്നുന്ന പരിസ്ഥിതി സംജാതമായി. ഞാനതിന് ഒരു ഉദാഹരണം പറയാം. 1932 വട്ടമേശ സമ്മേളനം നടക്കുന്നു. ഈ വട്ടമേശ സമ്മേളനം ലണ്ടനിലാണ് നടക്കുക. ലണ്ടനിൽ നടക്കുന്ന വട്ടമേശ സമ്മേളനം ബഹിഷ്കരിക്കണമെന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞു. ഇരുനാശ കോൺഗ്രസും ബഹിഷ്കരിച്ചു. പക്ഷെ അവിടെയൊക്കെ അംബേദ്കർ പോവുകയാണ്, മുഹമ്മദ് അലി ജിന്ന പോവുകയാണ്, ഗാന്ധിജിയുടെ വാക്കുകളെ ഗൗരവത്തിലെടുക്കാതെ പോവുകയാണ്. അവിടെ ഉയർന്നു കൊട്ട് പലതരം വാദങ്ങൾ. ആ വാദങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അംബേദ്കർ ഒത്തിരി ആശയങ്ങൾ മുമ്പോട്ട് വച്ചു. അപ്പോൾ ഇതിന് മറുപടിയായി
അദ്ദേഹം പറഞ്ഞ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് വന്നു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ മാതൃരാജ്യമാണ് ഇന്ത്യ, പക്ഷേ മനുഷ്യത്വത്തിൻ്റെ യാതൊരു പ്രകാശനവുമില്ലാതെ വിവേചിച്ച് അസ്പൃശ്യരായി അനവധി ജനകോടികളെ ആ രാജ്യം പുച്ഛിച്ചു പുറന്തള്ളുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഞങ്ങൾ ഒരു പ്രത്യേക സമൂഹമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യം വലുതാണ്, ഞങ്ങളുടെ ഡിഗ്നിറ്റി ഉണ്ട്, സമൂഹത്തിൽ ജീവിക്കാനുള്ള ഞങ്ങളുടെ അന്തസ്സുണ്ട്, അതിന് വില കൽപ്പിക്കണം. ഈ വാദങ്ങളൊക്കെ പറഞ്ഞു. തൊട്ടടുത്ത സമ്മേളനത്തിൽ മഹാത്മജി എത്തുന്നുണ്ട്. മഹാത്മജിയും ഡോക്ടർ ബി ആർ അംബേദ്കറും രണ്ട് ചേരിയിൽ നിന്നുകൊണ്ടാണ് ചർച്ചകൾ ശക്തിപ്പെട്ടപ്പോൾ മഹാത്മജിയും അംബേദ്കറും തമ്മിലായി കലഹം. ആരെയും ഒഴിവാക്കാൻ വയ്യ. ഒരാൾ ഇന്ത്യ കണ്ട പ്രബലനായ ഏറ്റവും ശക്തനായ ഒരു വലിയ ബുദ്ധിമാനായ സോഷ്യോളജിസ്റ്റായ ചിന്തകനാണ്. മറ്റൊരാൾ ജനകോടികൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ആദരിക്കുന്ന ഒരു മഹാത്മാവാണ്. ഈ രണ്ട് വാക്കുകളും തള്ളാനാവാതെ വാദപ്രതിവാദം മുറിയപ്പോൾ മഹാത്മജി ചോദിക്കുന്നുണ്ട്, അല്ലയോ ഡോക്ടർ അംബേദ്കർ, നമ്മളിന്ന് ലണ്ടനിലാണ്, അന്യരാജ്യത്താണ്. നമ്മളെ മൂക്ക് കയറിയിട്ട് നയിക്കുന്ന ബ്രിട്ടൻ ഇന്ത്യ വിടണം. നമ്മളിവിടെ നമുക്കെന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകട്ടെ, അത് നമ്മുടെ രാജ്യത്ത് പോരെ. നമുക്കിവരെ നേരിടുമ്പോൾ ഒറ്റക്കെട്ടായിരിക്കണം. കൊളോണിയലിസം ഇന്ത്യ വിട്ടു പോകണം. കൊളോണിയലിസത്തെ തുരത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇവിടെ നമുക്ക് നിലയെടുക്കൊള്ളേണ്ടത് മാതൃരാജ്യമെന്ന ഒറ്റ ഫീലിംഗാണ്, മറ്റൊന്നും ആവശ്യമില്ല. ആദർശപരമായ ആ വാക്കുകളുടെ ശരി മനസ്സിലാക്കിക്കൊണ്ടൊക്കെ പറഞ്ഞു, മഹാത്മജി സംഗതിയൊക്കെ ശരിയാണ്, അങ്ങ് മാതൃരാജ്യം എന്നൊരു പദം ഉപയോഗിച്ചു, പക്ഷേ എനിക്കെവിടെയാണ് മാതൃരാജ്യം ഒന്ന് പറഞ്ഞു തരണം. ഞാൻ ലണ്ടനിൽ സൂട്ടും കോട്ടും ധരിച്ച് ഇവിടെയുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് തൊട്ടടുത്ത റിറ്റ്സ് ഹോട്ടലിൽ അങ്ങും ഞാനും അടുത്തടുത്ത മുറികളിൽ പാർത്ത് ഈ സമ്മേളനത്തിനെത്തുക. എനിക്കും അങ്ങേക്കും ഇവിടെ വ്യത്യാസമില്ല. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ രാജ്യത്ത് ഞാൻ നടക്കേണ്ടി വരുന്നത് കഴുത്തിൽ ഒരു കുടം കെട്ടണം, അരയിൽ ഒരു ചൂലും കെട്ടണം. അന്നത്തെ സംസ്കാരത എന്തിനാണെന്നറിയണ്ടേ? ഈ നടന്നു പോകുന്ന വഴിയിൽ ചാമർ എന്നറിയപ്പെടുന്ന തൻ്റെ സമൂഹമുണ്ട്, മഹർ എന്നറിയപ്പെടുന്ന ജാതിയുണ്ട്. ഈ ജനത ഇതുവഴി നടക്കുമ്പോൾ കാൽപാദം നിലത്ത് പതിയാൻ പാടില്ല. അവരുടെ കാൽപാദം അശുദ്ധമാണ്. അതുകൊണ്ട് പിന്നാലെ വരുന്ന ആളുകളുണ്ട്, ബ്രാഹ്മൺസുണ്ട്. അപ്പോൾ അവരെ ഈ കാൽപാദം പതിഞ്ഞ ഇടത്ത് നടക്കാതെ, ഈ കാൽ അശുദ്ധമായതുകൊണ്ട് നിങ്ങൾ ഓരോ ചുവട്ടടിയും കഴിഞ്ഞ് ആ കാൽപാദം മായ്ക്കണം ഈ ചൂല് വെച്ച്. വിചിത്രമായ കാഴ്ചയാണ് അന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. അതിന് അരയിൽ ചൂല് കെട്ടിക്കൊണ്ട് നടക്കണം. ആലോചിച്ച മനുഷ്യൻ്റെ ജീവിതാവസ്ഥ. അതുകൊണ്ട് ഇത്തരം ആളുകൾ കഴിവതും പൊതുനിരത്തിൽ വരാതെ കാടും പള്ളയുമൊക്കെ കടന്ന് വിദൂരതകളിലൂടെ സഞ്ചരിക്കും. ഇത് തെറ്റിച്ചാലുള്ള ശിക്ഷ ക്രൂരമായ മരണത്തിലേക്ക് വരെ പോകും. ഇനിയുമുണ്ട് ചില കാര്യം. എന്തിനാണ് ഈ കുടം? മനുഷ്യൻ നടന്നു പോകുന്ന വഴിക്ക് ഉമിനീർ ഉൽപ്പാദിപ്പിച്ച് അത് തുപ്പേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ മഹറുകൾ ഇവിടെ തുപ്പിയാൽ അത് മറ്റാളുകൾ തുപ്പും പോലെയല്ല, അശുദ്ധി കൂടുതലാണ്. അതുകൊണ്ട് അതും പാടില്ല. അതിന് ഈ കുടത്തിൽ തുപ്പണം. മനുഷ്യ ജീവിതം ഇങ്ങനെയാണ്. മാതൃരാജ്യത്ത് ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോൾ എനിക്കെങ്ങനെ ദേശാഭിമാനം വരും? ഈ ഒരു ചോദ്യം ഉയർത്തി. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അധ്യക്ഷനായിരുന്ന വില്യം മക്ഡൊണാൾഡ് അദ്ദേഹം അമ്പരന്നു. അദ്ദേഹം അല്പം ദുഃഖിതനായി. ചർച്ച ഭിന്നത്തേക്ക് മാറ്റി. പിന്നെ അതിൻ്റെ വാദപ്രതിവാദമൊക്കെ നടക്കുന്നുണ്ട് ഒത്തിരി. അത് പൂന പാക്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഉടമ്പടിയിൽ ചെന്ന് കലാശിക്കുന്നൊക്കെയുണ്ട്. മഹാത്മജി ഈർവാഡ ജയിലിൽ നിരാഹാരം വരെ അനുഷ്ഠിക്കുന്നുണ്ട്, മരണം വരെ. അത് മറ്റൊരു ചരിത്രം. എന്തിനാ പറഞ്ഞേ? പക്ഷെ കുറെ കഴിഞ്ഞു. പ്രതിസന്ധികൾ അയഞ്ഞപ്പോൾ ഇവിടെ ഭരണഘടന തയ്യാറാക്കിയ ആ ഭരണഘടന തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആമുഖം മൊഴിയുണ്ട്, തുടക്കം. അതിൽ ബാബാ സാഹേബ് എഴുതുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. മാതൃരാജ്യമില്ലാതിരുന്ന അങ്ങനെ വാദിച്ച അംബേദ്കർ എഴുതുന്നത് ഇന്ത്യക്കാരായ ഞങ്ങൾ. എങ്ങനെ ഉണ്ടായത്? അത് ഉണ്ടാക്കിയത് ഒരു ഋഷിവര്യനുമല്ല, ഒരു പാരമ്പര്യവുമല്ല, ഒരു മുൻഗാമികളുടെ സഹായവുമല്ല. പൊരുതി നേടിയ ആ സ്വാതന്ത്ര്യത്താൽ രൂപപ്പെട്ടു വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യമാണത്. ആ മൂല്യം സ്ഥാപിക്കപ്പെട്ടത് ഇദ്ദേഹത്തെ പോലൊരാൾക്ക്
പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചപ്പോഴാണ്, ലോകത്തെ കാണാൻ സാധിച്ചപ്പോഴാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം ലോകത്തിൽ എവിടെ ചെന്നാലും അവിടെ കൊടുക്കുന്ന ഒരു വിദ്യാസമ്പന്നതയുണ്ട്. അവിടെ കൊടുക്കുന്ന എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായ ആധ്യാത്മിക ചിന്തകൾക്കൊപ്പം ആഴമേറിയ വസ്തുതാനിർഭരമായ പഠനമുണ്ട്. ആ പഠനം ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം കണ്ടവൻ മനുഷ്യനെ മനുഷ്യനായി കാണും. മനുഷ്യനെ ജാതിയായിട്ടല്ല, മനുഷ്യനെ വർഗമായിട്ടല്ല, മനുഷ്യനെ വർണ്ണമായിട്ടല്ല, മനുഷ്യൻ എന്ന് പഠിപ്പിക്കുന്ന ഉദാത്താശയമാണ് ഈ ബൈബിൾ കൊണ്ട് നടക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ലോകത്തിൻ്റെ പലയിടങ്ങളിൽ മതപരമായ സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ചുള്ള കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിൽ സൃഷ്ടികളിൽ പോലും ഈ സൃഷ്ടാവ് വിവേചനം കൽപ്പിച്ച കഥകളുണ്ട്. അത് കഥയാകാം, വസ്തുത എന്തുമാകട്ടെ. നിങ്ങൾക്കറിയണ്ടേ, അത് ലോകമതങ്ങളെ ഒക്കെ എടുത്താൽ ആ സൃഷ്ടിയിൽ കാണാൻ പറ്റുന്നുണ്ട് ചിലതരം വിവേചനം. മേൽത്തരമായ പ്രവൃത്തികൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിക്കുക, അധമമായ പ്രവൃത്തിക്ക് വേണ്ടി ചില മനുഷ്യരെ സൃഷ്ടിക്കുക. അത്തരം സൃഷ്ടിയിൽ വൈവിധ്യങ്ങൾ നിറച്ചുകൊണ്ട് ഈ മനുഷ്യർ അധമരാണെന്നും സഞ്ചരിക്കുന്ന പട്ടടയാണെന്നും ഒക്കെ രൂപപ്പെടുത്തി എഴുതി വെച്ചപ്പോൾ ബൈബിൾ നേരെ വിപരീതമാണ്. ബൈബിൾ കൃത്യതയോടെ പറഞ്ഞു, ഒരു മനുഷ്യരിൽ നിന്ന് അവൻ സകല മനുഷ്യരാശി ഉളവാക്കി. കൃത്യമായി അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. മനുഷ്യൻ ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്നും അവരുടെ മാതാപിതാക്കൾ ഒരാളാണെന്നും ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയ മാനവകുലം മുഴുവൻ അത്തരത്തിൽ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആഗോളപരമായി എല്ലാ മനുഷ്യർക്കും വിശ്വസിക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു ഏകലോക ചിന്ത ലോകത്തിന് മുമ്പിൽ വെച്ചു കൊടുത്ത അജയ്യമായ വിശ്വാസ വീക്ഷണമാണ് യേശുവിൻ്റെ അനുഗാമികൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ലോകത്തിൻ്റെ അറ്റം വരെ പോയി ആ മാനവികതയെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കണമെന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെ തെറ്റാകുമെന്ന് പ്രബുദ്ധരായ ഈ ദേശനിവാസികൾ പറയട്ടെ. എല്ലാ മനുഷ്യർക്കും ഒരു പൊതു പൂർവികൻ. നിങ്ങൾ ശാസ്ത്രം പഠിക്ക്, അതേ അവർക്കും പറയാൻ പറ്റൂ. ചിലപ്പോൾ അവർ പറയുന്നത് പരിണാമ സിദ്ധാന്തമൊക്കെ ആണെങ്കിലും അവരും പറയും മനുഷ്യരാശിക്ക് ഒരു പൊതു പൂർവികൻ. വീണ്ടും അവർ പറയും മനുഷ്യരാശിക്ക് പണ്ട് ഒരു ഭാഷ, ആ ഒരു ഭാഷയിൽ നിന്ന് പിരിഞ്ഞ് ലോകത്തിൽ സകല ഭാഷകളും ഉണ്ടായി. മനുഷ്യരാശിക്ക് മുഴുവൻ ഒരു ചരിത്രപരമായി ഒരു മാതാപിതാക്കളെന്ന് പറയാൻ വർഷങ്ങൾക്കപ്പുറത്ത് ഇത്തരം സിദ്ധാന്തങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പേ വിശുദ്ധ ബൈബിൾ തയ്യാറായി. എല്ലാ മനുഷ്യർക്കും പൊതു പൂർവികൻ, മനുഷ്യനെന്ന മഹത്തരമായ ആശയം എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടണം. അതുകൊണ്ട് മറ്റൊന്നുകൂടി പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ആത്മാവിന് മുഴു ലോകത്തെക്കാൾ, സർവ്വലോകത്തെക്കാൾ വിലയുണ്ട്. മനുഷ്യന് വിലയില്ല എന്ന് കൽപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് പാശ്ചാത്യനും പൗരസ്ത്യനും ലോകത്തിൻ്റെ ഏതിടങ്ങളിൽ പ്രവർത്തിക്കുന്നവനും മുഴു ലോകത്തെക്കാൾ വിലയുള്ള മൂല്യവത്തായ അവൻ്റെ ആത്മാവുണ്ട് എന്ന് പറയാൻ ഉത്കൃഷ്ടമായ ഒരു ബോധം മനുഷ്യരാശിക്ക് മുമ്പിൽ പ്രകടിപ്പിച്ചത് വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും നിങ്ങളിത് എത്തിക്കണമെന്ന് യേശു പറഞ്ഞത് ചിതറിപ്പോയ, തെറ്റിപ്പോയ മനുഷ്യ മനസാക്ഷിക്ക് ആ തിരിച്ചറിവിലേക്ക് മടങ്ങി വരാനുള്ള ഉദ്ബുദ്ധമായ ആഹ്വാനമാണ്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കേവലമായ ഒരു മതപ്രസംഗമല്ല, മതചിന്തയല്ല, സകല മനുഷ്യരാശിയും ദൈവത്തിൻ്റെ മക്കൾ എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തരുന്ന മഹത്തരവും ശ്രേഷ്ഠകരമായ അവസരമാണ് ആ സുവിശേഷ ഘോഷണം. ഹല്ലേലൂയ. ഞാൻ ഈ ഉള്ളടക്കത്തിലേക്ക് തന്നെ വരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രവർത്തിക്കുന്ന നമ്മളെക്കുറിച്ചൊക്കെ ചില ആൾ പറയുന്നു നമ്മൾ മതപരിവർത്തന ലോബി. ചിലർ പറയുന്നത് ഈ പാൽപ്പൊടി, മൈദമാവും പാൽപ്പൊടിയും ഒക്കെ കൊടുത്ത ആളുകളെ മതം മാറ്റുന്നു. അങ്ങനെയൊക്കെയാണ്. ഒരു വൈരുദ്ധ്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കാം. ഇന്ത്യ വലിയ സംസ്കാര സമ്പന്നമായൊരു രാജ്യമായിരുന്നു. ശ്രേഷ്ഠകരമായ ആ സംസ്കാരം വിദേശികൾ വന്ന് തകർത്തു. വിദേശികൾ തകർത്തപ്പോൾ അവർ വന്ന് ബൈബിള് പ്രചരിപ്പിച്ചു. ഇന്ത്യക്കാർക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ആശയങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ആ കൂടെ ഇവിടുത്തുള്ള മനുഷ്യരെ പാൽപ്പൊടിയൊക്കെ കൊടുത്ത് മാറ്റി. വൈരുദ്ധ്യം എന്താണെന്നറിയണ്ടേ? എന്തുകൊണ്ടാകും ഇത്രയും മഹത്തരമായ മൂല്യവത്തായ സിദ്ധാന്തം ഉണ്ടായിരിക്കെ അവനത് വേണ്ട, പാൽപ്പൊടി മതി എന്ന് പറഞ്ഞ് പോയെന്തിനാ? എന്തായിരിക്കും അത്? നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആരെങ്കിലും അത് ചെയ്യുമോ? ഇത്രയും മൂല്യം, വർഷങ്ങൾ, യുഗങ്ങളുടെ കരുത്തുറ്റ തത്വസംഹിത എടുത്തവൻ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് പാൽപ്പൊടിയും മൈദയും കിട്ടിയപ്പോൾ അതിൻ്റെ പുറകെ വേണ്ടി വന്നെന്തുണ്ട? നിങ്ങൾ PK ബാലകൃഷ്ണൻ എഴുതിയ
ജാതി വ്യവസ്ഥയും കേരളവും എന്നൊരു പുസ്തകമുണ്ട്, ഗവൺമെൻറ് ഇറക്കുന്ന. അത് വായിക്കണം. അന്ന് എല്ലാ മനുഷ്യർക്കും എല്ലാ ആഹാരവും കഴിക്കാൻ നോക്കില്ല. അതുകൊണ്ട് ഒരു OBC വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ, OBC ദലിതുകൾക്കും ആദിവാസികൾക്കും മീതെ ഉള്ള കമ്മ്യൂണിറ്റിയാണല്ലോ. അദ്ദേഹം ചെന്ന് ഒരു കടയിൽ ഉപ്പ് ചോദിക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ എഴുതുന്നുണ്ടാക്കാൻ ചെയ്യണം. ഉപ്പ് എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ കടയുടമ ഇറങ്ങി വന്ന് അയാളെ പിടിച്ചു കെട്ടി പൊതിരെ തല്ലി ആൾ മരിച്ചുപോയി. അന്വേഷണം നടത്തി വന്നപ്പോഴാണ് കാരണം ഇയാൾക്ക് ഉപ്പ് എന്ന് പറയാൻ അനുവാദമില്ല. അയാൾക്കൊരു പ്രത്യേക ഭാഷയുണ്ട്. ഉപ്പ് എന്ന് പറയുന്നതിന് പകരം പുളിച്ചത് എന്നേ പറയാവൂ. ഈ ഒറ്റക്കാര്യത്തിന് പ്രാണം കളയേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ എന്ന് പറയുമ്പോൾ ഈ നാട് പോയ പോക്ക് നിങ്ങൾ ആലോചിക്കണം. എത്ര പ്രശ്നങ്ങൾ, എത്ര വിഷയങ്ങൾ. ഞാൻ ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവും ഒക്കെ അത്യാവശ്യം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അവിടെയാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു ഇടപെടൽ വരുത്തിയ ചില മാറ്റങ്ങൾ. എൻ്റെ സമകാലികമായ ചില പ്രസംഗങ്ങളിൽ ഞാനിതെടുത്തും പറയാറുണ്ട്. അതിൽ ഒരു കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ 2023 അവാർഡ് കിട്ടിയ ഒരു കൃതിയുണ്ട്. 11 പതിപ്പുകൾ ഇതിനകം വിറ്റഴിഞ്ഞു. ഡോക്ടർ വിനിൽ പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ നിന്ന് PhD എടുത്ത ചരിത്ര ഗവേഷകനാണ് വിനിൽ പോൾ. വിനിൽ പോളിൻ്റെ അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്ന കൃതിയാണ്. 11 പതിപ്പ് വിറ്റു എന്ന് പറയുമ്പോൾ ആലോചിക്കണം. അത് വായിക്കണം. അതിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്, വേദനിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ. അതിൽ 1-2 ഓർമ്മ വന്നുകൊണ്ടൊന്ന് പറയാം. സുവിശേഷം എന്താ അവിടെ ചെയ്തത്? ഒരു വയലിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട അടിമ, അവരുടെ പേര് മാടത്തി എന്നായിരുന്നു. മാടത്തി. ഈ മാടത്തി ഇങ്ങനെ വയലിൽ പണിയെടുക്കുകയാണ്. ഊഴിയവേല എന്നതിന് പറയുക. ബൈബിളിലും ആ പദം കാണാം, പലർക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. ഊഴിയവേല എന്ന് വെച്ചാൽ ജോലിക്ക് പകരം ഭക്ഷണം. ഇതാണ് ക്രമം, കൂലിയൊന്നുമില്ല. അപ്പോൾ ഈ ജോലിക്ക് പകരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളോർത്ത് കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം അത് മതിയല്ലോ. എത്ര ഭക്ഷണം എന്നറിയണ്ടേ? ഒരാഴ്ചത്തേക്കൊരു പുരുഷന് കിട്ടുന്ന കൂലി 800 ഗ്രാം നെല്ലാണ്. നെല്ലാണ്, അരിയല്ല. 1 കിലോ ഇല്ലെന്നർത്ഥം. ഒരാഴ്ചത്തേക്ക്. ഒരു സ്ത്രീക്ക് കിട്ടുന്നത് 750 ഗ്രാമാണ്. അത് നെല്ലാണ്. കുട്ടികൾ ആ വീട്ടിലുണ്ടെങ്കിൽ 200-300 ഗ്രാമൊക്കെ കിട്ടും അവർക്ക് വേണ്ടി. ഇത് വന്ന് വറുത്ത് ഇടിച്ചു കുത്തി കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് എത്ര നാൾ കുടിക്കാം. പിന്നെ ഇവരുടെ വിശപ്പ് മാറുന്നത് പണിക്ക് വരുമ്പോൾ വയറ് നിറച്ച് കൊടുക്കും, കാരണം ജോലി ചെയ്യണം. അതിലേക്ക് ഈ പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പിട്ട് ആ ചൂട് കഞ്ഞി കുടിക്കുമ്പോൾ അതിനൊരു സ്വാദുണ്ട്. വീണ്ടും പണിയെടുക്കണം. ഇതെവിടെ നടന്നത്? അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇവർക്കെല്ലാം യജമാനന്മാരോട് മനസ്സ് വലിയ പകയാണ്. കാരണം വല്ലാതെ അടിക്കും. അടിച്ച ഒന്നും പറയാൻ പറ്റില്ല. ചരിത്രത്തിലുണ്ട് ഇതൊക്കെ. ഞങ്ങളുടെ നാട്ടിൽ കോട്ടയത്ത് തിരുനക്കര എന്നൊരു സ്ഥലമുണ്ട്. ആ തിരുനക്കര ചന്ത അടിമകളെ വിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു അടിമയുടെ വില 3 രൂപയാണ്. അവിടെ നിന്ന് ചങ്ങനാശ്ശേരിക്ക് വരുമ്പോൾ ഒരു അടിമയുടെ വില 3.50 ആകും. 3 രൂപ 50 പൈസ. അടിമയുടെ വില 3.50, 3 എന്നൊക്കെ പറയുമ്പോൾ ചെറിയ വിലയല്ല. കാരണം അന്ന് കേരളത്തിൽ 1 സെൻറ്റ് സ്ഥലത്തിന് 25 പൈസയാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ ആധാരം ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ 3000 ഏക്കർ ഭൂമി കൃഷിക്ക് വേണ്ടി വാങ്ങിയതാണ്. 1854 64 നടക്കുന്നത്. ഇതാണ് ആദ്യത്തെ ആധാരം. അപ്പോൾ 25 പൈസ, അതായത് 4 അണ വില ഉള്ള ഭൂമിക്ക്. പക്ഷെ മനുഷ്യന് 3.50 വില. 3 രൂപയൊക്കെ കിട്ടും. അവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ അടുത്ത് മല്ലപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്. ഞങ്ങളത് വഴിയൊക്കെ പോരുന്നത്. അവിടെ എത്തുമ്പോൾ അടിമയുടെ വില 21 രൂപയാണ്. ഇതെങ്ങനെ ഇങ്ങനെ വില വർദ്ധിച്ചെന്ന് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. കാരണം 10-40 അടിമകളെ തെളിച്ചുകൊണ്ട് ഒരാൾ വരും വഴിക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരൊത്തുകൂടി ഈ മനുഷ്യനെ തട്ടിക്കളയും. ഈ കൊണ്ടുവരുന്ന ആളിനെ, വിൽക്കാൻ വരുന്നതിനെ. കാരണം ഇവരുടെ അത്ര വെറുപ്പാണ്. കഷ്ടിച്ച് ഒരു വിധത്തിലൊക്കെ ഇവിടെ കടത്തിക്കൊണ്ട് വരാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ വില കൂടും. വലിയ ദുരിതമാണ്. മനുഷ്യനെ ഇങ്ങനെ വിലവേശി വയ്ക്കുമായിരുന്നു. അപ്പോഴാണ് ഈ മാടത്തിയുടെ ഒരു കഥ പറയുന്നത്. അവർ ഒരു വയലിൽ പണിയെടുക്കുക. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ, ഇടവേളയിൽ അതുവഴി പോയ
തിരുനെൽവേലിക്കാരനായ ഒരു സുവിശേഷകൻ ഇവരുടെ യേശുവിനെ പറ്റി പറയാം. അവർക്ക് വലിയ സന്തോഷമായി. ഒന്ന് പ്രാർത്ഥിച്ചു, ഹസ്ബൻഡിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഇവർ യേശുവിനെ സ്വീകരിച്ചു. പക്ഷേ യജമാൻ്റെ അടുത്ത് പറയണം, ഞാൻ നിങ്ങൾ എന്നാ ചെയ്താലും കുഴപ്പമില്ല, കൃത്യം ഇവിടെ വന്ന് ജോലി ചെയ്തോണം. ഒരു മലയുടെ അപ്പുറത്ത് മാറി മുളയൊക്കെ വെട്ടി ഒരു ഷെഡുണ്ടാക്കി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യജമാനും വലിയ സന്തോഷമായി. കാരണം ഇവർ പള്ളിയിലൊക്കെ പോയി തുടങ്ങിയതോടെ ജോലിയിൽ ഭയങ്കര അടുക്കും ചിട്ടയും. കാരണം ഇത് പെട്ടെന്ന് തീർത്തിട്ട് അവർക്ക് പോകണം. നല്ലപോലെ ജോലി ചെയ്തപ്പോൾ പുള്ളിക്കും വലിയ കാര്യം. അങ്ങനെയൊക്കെ കുറച്ചാളായിട്ട് മാടത്തിയെ കാണുന്നില്ല. ഹസ്ബൻഡിനെ വിളിച്ചു, എന്താ അവൾ വരാഞ്ഞേ? മിണ്ടാനൊക്കത്തില്ല, കൊണ്ടുപോവാ. വിളിച്ചുകൊണ്ട് വന്നു. വിളിച്ചുകൊണ്ടിരുമ്പോഴുള്ള വിഷയം, അവൾ 9 മാസം ഒരു കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. ഇതാണ് വരാത്തത്, റെസ്റ്റാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, അതൊക്കെ എനിക്ക് മനസ്സിലായി, നീ കഴിഞ്ഞ ആഴ്ചയിൽ ആടാനും പാടാനും തുള്ളാനും ഒക്കെ പോയില്ലേ? പോയി, നടന്നല്ലേ പോയത്? അത് അപ്പോൾ ഈ മല കയറി പള്ളിയിൽ പോയതിന് നിനക്ക് ബുദ്ധിമുട്ടില്ല, പണിയാനാണോ ബുദ്ധിമുട്ട്? അതുകൊണ്ടിറങ്ങ. 9 മാസം ഗർഭവതിയായ സ്ത്രീയെ വയലിലിറക്കി പണിയെടുപ്പിക്കുക. ആ കഠിനാധ്വാനങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായത് സംഭവിക്കുക. ആ സ്ത്രീ നോവ് കിട്ടി പ്രസവിച്ചൊരു കുട്ടിയെ. ആ കുട്ടി പ്രസവിച്ച് വീണത് ഈ വയലിലേക്ക് വീണ ഈ ചോരക്കുഞ്ഞ് 1-2 വട്ടം തവള ചാടും പോലെ ചാടി ആ വെള്ളത്തിൽ വീണ് മരിച്ചു. ആ സ്ത്രീയും അവിടെ വീണു മരിച്ചു. കേസും വഴക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രക്തസാക്ഷികൾ അന്നുണ്ട്, ഇന്നുണ്ട്. പല രൂപത്തിലും ഭാവത്തിലുമാണ്. ഇതൊന്നും പാൽപ്പൊടി കിട്ടിയിട്ടല്ല. പിന്നെന്താണ്? പാൽപ്പൊടിയേക്കാൾ രുചികരമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. അതിൻ്റെ ആഴം അതിലും വലുതാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൻ്റെ കഷ്ടതകളുടെയൊക്കെ നടുവിൽ ഇന്നും അനേക ദൈവജനം ഞെരുക്കങ്ങളുടെ നടുവിലും അചഞ്ചലരായി പിടിച്ചു നിൽക്കാൻ കാരണം ആ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴമാണ്. അത് അടുത്തറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി കഥകളുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കുണ്ടാകും ഹെൻറി ബേക്കർ ജൂനിയർ എന്നൊരു മനുഷ്യനെ പറ്റി. ഈ ഹെൻറി ബേക്കർ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ചിന്താർഹമായൊരു കാര്യമുണ്ട്. ഒരടിമ ആ പുരുഷനെയും സ്ത്രീയെയും വിൽക്കുകയാണ്. അയാൾക്ക് 7 വയസ്സും 1.5 വയസ്സുമുള്ള 2 കുട്ടികളുണ്ട്. 1.5 വയസ്സുള്ള കുട്ടി തീരെ കുട്ടിയാണ്, കുഞ്ഞാണ്, പെൺകുട്ടിയാണ്. മറ്റൊരു ആൺകുട്ടിയാണ്. നാളെ രാവിലെ അവരെ വിൽക്കും. എല്ലാം ഉറപ്പിച്ചു. ഇവരുടെ കുടിലുകൾ അടുത്തടുത്താണ്. അപ്പോൾ അടുത്ത കുടിലിൽ ഇവരൊരു ശത്രുവാണ് പാർക്കുന്നത്. അതും ഒരു അടിമയാണ്. ഇവർ ഭയങ്കര പ്രശ്നമാണ്. ചീത്ത വിളിക്കും, അടിവെക്കും, വല്ലാത്ത കലഹമാണ്. അടുത്തടുത്ത് വീടുകൾ താമസിക്കുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവില്ല. എങ്കിലും ഇയാളോടൊന്ന് പറയണമല്ലോ, പോവാം. ഇവർ ചെന്നു, രാത്രിക്ക് വിളിച്ചു. അയാൾ എന്താ ഒരു കാര്യം പറയാൻ വന്നാ, താനെന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് നാളെ മുതൽ ഞങ്ങളുണ്ടാവില്ല, ഞങ്ങളിവിടെ നിന്ന് പോവാ. ഞങ്ങളെ വിറ്റു. അങ്ങകലെ കുട്ടനാടൻ പുഞ്ച ആ പ്രദേശത്തേക്ക് വിറ്റിരിക്കുക. പുതിയ യജമാനം വന്ന് നാളെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഇനി നമ്മൾ കാണുമെന്നറിയില്ല, വിട പറയുക. ഇത്ര നാളും ചീത്ത പുലമ്പി ആക്ഷേപിച്ച, തമ്മിലടിച്ച ആ അയൽവക്കത്തെ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞിറങ്ങി വന്നു. നമ്മളൊത്തിരി ഏറ്റുമുട്ടി, നമ്മൾ വഴക്കുണ്ടായി. പക്ഷെ നിങ്ങൾ പിരിയുമ്പോൾ ഒരു വേദന. നിങ്ങൾ പോവല്ലേ? കുഞ്ഞുങ്ങളോ? അത് കേട്ട് പുരുഷൻ മിണ്ടാതെ നിന്നപ്പോൾ സ്ത്രീ പൊട്ടിക്കരഞ്ഞു. ഇവരെ എവിടെ ആക്കുമെന്നൊരു പ്രതീക്ഷയില്ല. വാങ്ങിയ യജമാനൻ ഇവരെ വേണ്ട, ഉപേക്ഷിച്ച് കളയണം. 7 വയസ്സുകാരൻ ഈ 1.5 വയസ്സുകാരിയെ നോക്കണം. ആലോചിച്ച്. അതുവരെ ശത്രുവായിരുന്ന മനുഷ്യൻ പറയാണ്, ഒന്നും പേടിക്കണ്ട, ഉള്ള കഞ്ഞി ഞങ്ങൾ അവർക്ക് കൊടുക്കാം. ഞങ്ങളുടെ കുട്ടികളെ തല്ലിയാലും അതുങ്ങളെ ഉപദ്രവിക്കില്ല. ഇനി തന്നേക്ക്, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നതല്ല മനുഷ്യൻ എന്ന് മനസ്സിലായില്ലേ? സ്നേഹം നടിക്കുന്നവരെക്കാൾ വലുതാണെന്നേ ഇത്തരത്തിലെ ചില അയൽക്കാർ. അവൻ ചീത്ത പറഞ്ഞിരിക്കുക, അവൻ ശോഭിച്ചിരിക്കുക, തല്ലുകൂടിയിരിക്കുക.
അവൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട് എന്ന കണ്ടെത്തലാണ് സുവിശേഷത്തിൻ്റെ പ്രവൃത്തി. ഞങ്ങളതാ ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു മദ്യപാനിയോടും വിരോധമില്ല. ഈ നാട്ടിലെ ഒരു തല്ലിപ്പുള്ളിക്കാരനോടും ഏറ്റവും ഭീകരനോടും നിൻ്റെ ഉള്ളിലും ഒരു നന്മയുണ്ട്, അത് കണ്ടെത്താനാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത്. എല്ലാവരും നിരാകരിച്ച നിനക്ക് വിലയും നിലയും തരാനാ സുവിശേഷത്തിൻ്റെ ആ ലക്ഷ്യമെന്ന് ഓർത്തുകൊള്ളണം. കുറ്റം പറയുന്ന മാർഗ്ഗമല്ലിത്, നിന്നെ നെഞ്ചേറ്റിൽ ആളിക്കുന്ന മാർഗ്ഗമാണ്, സ്വീകരിക്കുന്ന മാർഗ്ഗമാണ്. ഒടുക്കം നേരം വെളുക്കുക. നേരം വെളുക്കുമ്പോൾ ഈ പിഞ്ചു കുഞ്ഞിനങ്ങളെ എണ്ണീപ്പിച്ചു, അതുങ്ങളെ കുളിപ്പിച്ചു. ആ മോളെ കുളിപ്പിച്ച് പോക്ക് കരച്ചിലായി, കാരണം 1.5 വയസ്സേ ഉള്ളൂ. എങ്കിലും അമ്മ കുളിപ്പിക്കാൻ കാരണം അമ്മയ്ക്കറിയാം ഇനി ഒരിക്കലും ഈ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടി വരില്ല. അവസാനത്തെ കുളി, അതാ കാര്യം. തോർത്തി വൃത്തിയാക്കി അവൾ വീണ്ടും ഉറങ്ങി. അമ്മയുടെ മാറ് പറ്റി ഉറങ്ങുമ്പോൾ അമ്മ തല്ലി ഉണർത്തി വീണ്ടും പാല് കുടിപ്പിക്കുക. നമുക്ക് പാല് വേണ്ട, ഉറക്കം കാരണം. അമ്മയ്ക്കറിയാം ഇനി പാലൂട്ടലുണ്ടാവില്ല, ഇതവസാനം. ഒടുക്കം അമ്മയ്ക്കൊറ്റ പ്രാർത്ഥന, ഞങ്ങൾ പോകുമ്പോൾ കുട്ടികൾ ഉണരരുതേ. പക്ഷെ 7 വയസ്സുകാരന് കാര്യം അറിയാം. ശ്വാസമടക്കി പിടിച്ചത് കിടക്കുക. അപ്പനമ്മയും പോകാൻ തുടങ്ങുമ്പോൾ കുട്ടികളറിയാതെ നെറ്റിയിൽ ഉമ്മ വെച്ച് 2 ആളും പുറത്തേക്ക് ഇറങ്ങി. അവരെ ഏറ്റുവാങ്ങി അയൽ വീട്ടുകാരൻ കുഞ്ഞുങ്ങളെ എടുത്ത് വേദന സഹിക്കാനാവാതെ പിന്നാലെ പോവുക. അമ്മയുടെ ഒറ്റ പ്രാർത്ഥന, കുഞ്ഞുങ്ങൾ ഉണരരുത്. പക്ഷേ 7 വയസ്സുകാരൻ ഉണർന്നു, കരയുന്നൊന്നുമില്ല. തിരുനക്കര ചന്തയിൽ ആളിനെ വിൽക്കും വേളയിൽ ഏറ്റുവാങ്ങിയ യജമാനൻ നിൽക്കുക, പോകണം. അപ്രതീക്ഷിതമായത് വീണ്ടും സംഭവിച്ചു. കൊച്ചുകുട്ടി ഉണർന്നു. കൊച്ചുകുഞ്ഞുണരുമ്പോൾ അത് കരയാൻ തുടങ്ങി. ഈ മാതാവ് വന്ന് പറഞ്ഞു, യജമാനനെ അതിനെ ഒന്നെടുത്തോട്ടെ, ഒടുവിലത്തെ തവണ ഒന്ന് പാല് കൊടുത്തോട്ടെ. അതൊന്നും പറ്റില്ല, നമുക്ക് വള്ളം കയറി നടന്നും ദൂരം പോകാനുള്ള ആരെങ്കിലും വിറ്റതോടെ തീർന്നു. ആ സ്ത്രീ തലയിൽ കൈവച്ച് ഉച്ചത്തിൽ കരഞ്ഞു പോകുമ്പോൾ കുട്ടി അപ്പുറത്ത് കരയുക. നിങ്ങൾ ഈ രംഗം ആലോചിച്ച് പ്രിയപ്പെട്ടവരെ, കുറേ നടക്കുമ്പോൾ ഉണ്ട് ഈ ശബ്ദം ബഹളമൊക്കെ കേട്ട് ഈ ഹെൻറി ബേക്കർ ജൂനിയർ വരിക. അദ്ദേഹം ചോദിച്ചത് എന്താ? അപ്പോൾ ആരോ ഇതൊക്കെ ഇവിടുത്തെ പതിവ് കാഴ്ച. ഇവരിങ്ങനെ കുറേ പേര് പോകുമ്പോൾ കരയും. ഇവരെവിടെ കൊണ്ടുപോവാ? വിൽക്കുക. ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അനധികൃതമായി വിറ്റ ആളുകളെ 100 കണക്കിന് മോചിപ്പിച്ച തോമസ് ബാബർ എന്ന് പറയുന്ന ഒരു കളക്ടറുടെ ചരിത്രമൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം ചെന്നിട്ട് പുതിയ ആളിനോട് ചോദിച്ചു, ഈ വാങ്ങിയവരെ ഇങ്ങ് തരുന്നോ? നല്ല വില കിട്ടിയ തരാം. വില പറഞ്ഞു. ചോദിച്ച വില കൊടുത്ത് ഈ 2 പേരെയും വാങ്ങി, കുഞ്ഞുങ്ങളെയും വാങ്ങി. മിഷൻ ക്വാർട്ടേഴ്സിൽ, കോട്ടയം പള്ളത്തുള്ള മിഷൻ ക്വാർട്ടേഴ്സിൽ കൊണ്ട് പാർപ്പിച്ചു. ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊടുത്തു, ശുചിത്വം പഠിപ്പിച്ചു, അവരെ അന്തസ്സിനും ആഭിജാത്യത്തിനും ഇണങ്ങുന്ന വസ്ത്രം ധരിപ്പിച്ചു. കുട്ടികൾ പ്രായമായപ്പോൾ തൊട്ടടുത്തുള്ള കലാലയത്തിൽ പഠിപ്പിച്ചു, മലയാളം പഠിപ്പിച്ചു, ഇംഗ്ലീഷ് പഠിപ്പിച്ചു, സംഗീതം പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും നിരക്കുന്ന വിധത്തിൽ ആ മനുഷ്യനെ നേടി യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രക്രിയയുടെ പേരാ സുവിശേഷീകരണം. ആ പ്രവൃത്തി ഞങ്ങൾ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, ആ പ്രവൃത്തി കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അത് പേരിനും പെരുമയ്ക്കും വേണ്ടിയല്ല, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആ ക്രിസ്തു ചൈതന്യത്തിൻ്റെ വെളിപ്പാട് അത് ഞങ്ങളെ പ്രേരിപ്പിച്ചു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന വചനം പോലെ ഞങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ട ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ ബോധ്യം അത് ഞങ്ങൾ ഈ രാജ്യത്ത് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയധികം ആളുകൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഈ വഴിത്താരയിലൂടെ കൃത്യം നടന്നു വരുന്നു? അതാണ് ഈ മഹാനിയോഗത്തിൻ്റെ ശക്തി. ഇത്രയധികം എതിരികളെ നേരിട്ടിട്ടും ഇത്രയധികം വൈരികളുണ്ടായിട്ടും ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് മനുഷ്യര് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഈ നാമനിമിത്തം മരിച്ചു വീണിട്ടും ഇന്നും തലയൊതുക്കാതെ, ഇന്നും കീഴടങ്ങാതെ സുശക്തരായി ജയപേരി മുഴക്കി യേശുവിൻ്റെ അനുഗാമികൾ ഈ ഭൂമിയുടെ 5 വൻകരകളിലും 24 മണിക്കൂറും യേശുവിൻ്റെ സാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്നു. 2000 ആണ്ടായി ഈ ലോകം കേട്ട ഏറ്റവും തുടർമാനമുള്ള സന്ദേശം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷം എന്ന മഹാപ്രവാഹത്തിൽ
അലിഞ്ഞു ചേർന്ന് മോചനം ലഭിച്ച, മുക്തി ലഭിച്ച, വീണ്ടും ജനനം പ്രാപിച്ച ദൈവവൈദ്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഈ മഹാനിയോഗത്തിൻ്റെ ശക്തി അവിടെയാണ്. അതാ ക്രൂശ് നമുക്ക് തരുന്ന എനർജി. ഞാൻ ഒട്ടേറെ അനുഭവങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സംഭവം, കർത്താവായ യേശു സംസാരിക്കുക, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് പറയുകയാണ്, സകല അധികാരവും പിതാവ് എനിക്ക് തന്നിരിക്കുക, ഞാനാ നിങ്ങളെ അയക്കുന്നത്, നിങ്ങൾ പോകണം. ഇത് പറയുമ്പോൾ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ നമ്മുടെ രാജ്യത്ത് വിവിധ സ്റ്റേറ്റുകളിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒട്ടേറെ ദുരിതങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് 1600-ൽ പരം സുവിശേഷകർ ജയിലിൽ കിടപ്പുണ്ട്. അവരെക്കുറിച്ചൊക്കെ പറയുന്നത് മതപരിവർത്തനം ചെയ്തു, അതിന് ശ്രമിച്ചു എന്നൊക്കെയാണ്. 1600-ലധികം രേഖ ഉള്ളതാണ്. അവരുടെ ഭാര്യമാരെ ജയിലിട്ടിട്ടുണ്ട്, അവരുടെ മക്കളെവിടെ, അവരവസ്ഥ എന്താ, എവിടെ ഇട്ടിരിക്കുന്നൊന്നും അറിയില്ല. ഭീകരമാണ് അവസ്ഥ. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ജയിലിൽ നിന്ന് അവർ ഇറങ്ങുമ്പോൾ ഈ സുവിശേഷത്തെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾക്ക് ഈ ഗതി പറ്റിയല്ലോ എന്ന് പറയല്ല, അവിടെ നിന്നൊക്കെ ഇറങ്ങിയവരുടെ സാക്ഷ്യം ആരെയും ആവേശഭരിതരാക്കും പൊളിക്കില്ല. എന്നാൽ പഴയ ഭയം കിടപ്പുണ്ട്. അവർ വയലൻ്റായ കളി മാറുമെന്നറിയാം. നമ്മളൊന്നും അങ്ങനെ ആകരുത്, മനസ്സിലായില്ലേ? വയലൻ്റായ കളി മാറുകയുണ്ട്. ആ വഴിയൊന്നും ഒരുത്തരും പോകില്ല. പോകുന്ന ഛത്തീസ്ഗഡിൽ, ബീഹാറിൽ, ഗുജറാത്തിലൊക്കെ പോയി പള്ളിയും പിടിച്ചിട്ട് പോരും. ഈയിടയ്ക്ക് കണ്ടില്ലേ, സ്ത്രീകൾ കയറി നടക്കുകയില്ലെന്ന്. എനിക്ക് അന്ന് മുതൽ തോന്നിയാണ്, ഇനി നിങ്ങൾ വേണം ഈ ഗോസ്പൽ ടീമൊക്കെ ഉണ്ടാക്കാൻ. നിങ്ങൾ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളെയൊക്കെ വിളിക്കും. എന്താണെന്നറിയണ്ടേ, ഞങ്ങളെ ഉപദ്രവിക്കുന്നില്ല, നിങ്ങളെ നേരിടുന്ന എളുപ്പമല്ല. കളിയങ്ങ് മാറും, സ്ഥിതിയങ്ങ് മാറും. നിയമവാഴ്ചയുള്ള ലോകത്ത് സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന, അതൊക്കെ ഉപയോഗിക്കും. നിങ്ങൾ ഈ സ്ത്രീ സമാജമാണെന്ന് പറഞ്ഞ് രൂത്തിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാതെ അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞെന്നും എസ്തേർ മിണ്ടാതിരുന്ന അതൊക്കെ വിടും. നമുക്ക് സുവിശേഷം പറയണം, കാര്യമായിട്ട് വിടണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒതുങ്ങരുത്. അതിനാ പറഞ്ഞത്, ലോകത്തോട്ട് ഇറങ്ങണം. ഹല്ലേലൂയ. ഇത്തരം സംഘങ്ങൾ കർത്താവിന് വേണ്ടി നിരന്ന് നിന്ന് പാടുകയും പ്രസംഗിക്കുകയൊക്കെ വേണം. ചിലർക്ക് സ്ത്രീകൾക്ക് പ്രസംഗിക്കാവോ? നിങ്ങളാ പ്രസംഗിക്കേണ്ട. കാരണം കർത്താവായ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ആദ്യം കണ്ടത് സ്ത്രീകളാണ്. ആ വാർത്ത ലോകത്തെ അറിയിച്ച സ്ത്രീകളാണ്. നിങ്ങൾ മുഖാന്തരം ആ ലോകം അതറിഞ്ഞ് ആ വാർത്തയുടെ സത്യസന്ധത പിന്നെ വന്ന് പുരുഷന്മാർ സ്ഥിരീകരിച്ചു, ഉറപ്പിച്ചു. പകലിടത്തോളം അയച്ചവൻ്റെ വേല ചെയ്യണം, യേശുവിനായി പ്രവർത്തിക്കണം. ആ വലിയ ശുഷ്കാന്തി ഉണ്ടാവണം. ഞാൻ ഒരു വസ്തുത മാത്രം പറഞ്ഞു. ഇത് ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ നമ്മുടെ സഭകളുടെ വളർച്ച ദശലക്ഷക്കണക്കിന് ആളുകളാണ് യേശുവിനെ അനുഗമിച്ച് മുമ്പോട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ചെറുതാന്ന് ചിന്തിക്കണ്ട. അതിനകത്തൊരു വ്യത്യാസമുണ്ട്. എന്നും നമുക്ക് വീട് കിട്ടണേ, കാറ് കിട്ടണേ, വണ്ടി കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ വിട്ട് ലോകം ദൈവത്തെ അറിയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് എന്തൊരു സന്തോഷമാണ്. വീടും വണ്ടിയൊക്കെ ആ സമയമാകുമ്പോൾ വരുന്നേ. അതിൻ്റെ ഒന്നും പുറകെ പോകില്ല, ഇനി വരട്ടെ. നമ്മൾ ഇതിനെ സ്നേഹിച്ചല്ല കഴിയുന്നേ. അവിടുത്തെ രാജ്യം വരണം, ലോക സമാധാനപരമായി മുമ്പോട്ട് പോകണം, ലോകം അനുഗ്രഹിക്കപ്പെടണം. ലോകം അനുഗ്രഹിക്കാൻ ദൈവം വച്ചിരിക്കുന്ന വഴിയാ ഈ സുവിശേഷം. ഈ സുവിശേഷം പോയെടുത്ത ആധുനികത രൂപപ്പെട്ടത്, ആധുനിക ചികിത്സാ സംവിധാനങ്ങളും ആതുരാലയങ്ങളും രൂപപ്പെട്ടത് അത്തരമിടത്ത, അറിവിൻ്റെ കേന്ദ്രങ്ങൾ രൂപപ്പെട്ടത് അത്തരമിടത്ത. ഞാനിതൊക്കെ പറയുമ്പോൾ ക്ഷമിക്കണം, നമ്മൾ ഈ മണലിൽ തറാപറ എന്നൊക്കെ എഴുതിയൊരു കാലം ഉണ്ടല്ലോ അല്ലേ. കൊച്ചുകുട്ടികളില്ല, മുതിർന്ന ആളുകൾ. പിന്നെ അത് കൊച്ചുകുട്ടി ആരാ മുതിർന്ന ആരാന്ന് ഇപ്പോൾ അറിയില്ല. എല്ലാവരും ഈ കളറുമൊക്കെ അടിച്ചു വരുന്നുണ്ട്. അവിടെ നമ്മൾ ഈ തറ എന്നൊക്കെ എഴുതുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പ്, ഇന്ത്യക്കാരൻ ഓലയിൽ എഴുതി അക്ഷരം പഠിക്കുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അവിടെ. മനസ്സിലായോ? തിരുവനന്തപുരം രാജപാതയിലൂടെ ഒരു കുതിരവണ്ടിയോ കാളവണ്ടിയോ പായുന്നതിൻ്റെ 300 കൊല്ലം മുമ്പ് ഭൂഗർഭ തുരങ്കം ഉണ്ടാക്കി അതുവഴി ട്രെയിൻ ഓടിച്ചവനായി സായിപ്പ്. മനസ്സിലായില്ലേ? എന്നാലും നമ്മൾ പറയും നമുക്ക് ഭയങ്കര സംസ്കാരം ഉണ്ടായിരുന്നു. അത് പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്. ഈ തിരുവനന്തപുരത്ത് പണ്ടൊരു സംഭവം ഉണ്ടായി. നമുക്കൊരു റോഡ് വെട്ടണം.
അന്ന് ഇവിടുത്തെ ദിവാൻ കേണൽ മൺറോയാണ്. അങ്ങോട്ട് പോകാൻ മൺറോ തുരുത്തുന്നൊരു സ്ഥലമുണ്ടല്ലോ കൊല്ലത്ത്, കേണൽ മൺറോ വന്നിട്ട് നമ്മുടെ തിരുവിതാംകൂർ രാജാവിനോട് ചോദിക്കും, ഇങ്ങനൊരു റോഡ് വെട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ അതിന് ക്യാഷൊന്നും ഇവിടെ ഇല്ല. തന്നല്ല ഈ റോഡിൻ്റെ ആവശ്യം രാജാക്കന്മാർക്ക് പണ്ടുമില്ല. ഇതിനവർക്ക് റോഡ്, കാരണം ഇവരൊരു പല്ലക്കയിലിരുന്ന് ഭാര്യയും പുള്ളിയും കൂടെ അതിലിരിക്കും, കുറേ മനുഷ്യർ ഇവരെയും ചുമന്ന് ഈ കാടും കണ്ടമൊക്കെ കയറി ഇങ്ങനെ പോയി. ഇവർ നടന്നും ശീലമില്ല, വഴിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് വഴി വേണ്ട. അപ്പോൾ തന്നല്ല 6 വർഷത്തിലൊരിക്കൽ മുറജപം എന്നൊരു ആഘോഷം നടക്കാറുണ്ട് തിരുവനന്തപുരത്ത്. അതിന് പണം വേണം. എന്നുവെച്ചാൽ മുറജപം എന്ന് കേട്ട സംഗതി ഏതാണ്ട് വലിയ സംഭവമൊന്നുമല്ല. കുറേ മനുഷ്യരെ ദൂരെ നിന്നും എല്ലാം കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുക. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഭക്ഷണമാണ്. പലതരം പായസം കുട്ടികളുടെ ഊണാണ്. അത് കഴിക്കാൻ വേണ്ടി ആന്ധ്രയിൽ നിന്നൊക്കെ അന്ന് ചാടിയ ആളുകൾ ഇന്നും തിരിച്ചു പോകാതെ ഇവിടെ കിടപ്പുണ്ടാക്കും. പിന്നെ ചോദിച്ചാൽ പറഞ്ഞു തരാരാണ്. ചെല്ലി ജയിലില്ല, അത് വേറെ കാര്യം. അപ്പം ഇങ്ങനെയായിരുന്നു ഈ രാജ്യം പണ്ട്, അതേ സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കിടക്കുക വന്ന് ചാടിയ കക്ഷികൾ. എന്നിട്ട് വന്ന് ചാടിയവർ നമ്മൾ വന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കഷ്ടം. അവിടെ നിന്നൊക്കെ ചാടി ഒന്നാണ് പറഞ്ഞത്. മണ്ടോടെ ചെയ്ത് സാറില്ല, കൂലി ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം, അനുവാദം വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. മണ്ഡറ ഇവിടെ വന്ന് ആളുകളൊക്കെ വിളിച്ചു കൂട്ടി ജോലിക്ക് വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ആ ജോലിക്ക് വന്ന ആളുകളെ കണ്ട് അദ്ദേഹത്തിനൊരു ലജ്ജ. കാരണം മാറുമറയ്ക്കാത്ത സ്ത്രീകൾ കൂമ്പുപാള കൊണ്ട് ആ പ്രാഥമിക നഗ്നത മറച്ചിട്ടുണ്ട്. അദ്ദേഹം ഒട്ടും വിട്ടില്ല. ഓരോ പീസ് തുണി സകല മനുഷ്യർക്കും കൊടുത്തിട്ട് ഉടുത്തോളാൻ പറഞ്ഞു. പണി ചെയ്യുന്ന അത്ര നേരമെങ്കിലും ഉടുത്തോളാൻ പറഞ്ഞു. കാരണം ഇവർ ഈ സൂപ്പർവൈസ് ചെയ്യാൻ വരുമ്പോഴൊക്കെ ഇതിന് നാണക്കേട് പോലെ. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം പേടിച്ചിട്ട് പറഞ്ഞു, അയ്യോ പ്രയാസമാണ്, നിങ്ങൾ ധരിക്കുക, ഞാനല്ലേ നിങ്ങളെ കൊണ്ടുവന്നു. ഇവരാദ്യമായിട്ട് ഈ തുണി ഇങ്ങനെ ധരിക്കുക. അത് ധരിക്കാനൊന്നറിയില്ല. ഇതൊക്കെ ധരിച്ച് പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പുള്ളി കൂലി കൊടുത്തു. ആദ്യമായിട്ട് മലയാളി കൂലി കണ്ടത് ഇവിടെയാണ്. കയ്യിലായി കിട്ടിയ പൈസ കൊണ്ട് ആണുങ്ങളെല്ലാം വന്ന് ഷാപ്പിൻ്റെ ഇപ്പുറത്ത് പാടി എന്ന് പറയുന്നതാണ് ഷാപ്പിൻ്റെ പേര്. അവിടെ പോയി ശരിക്കും അങ്ങ് കുടിച്ചു. കണ്ടോ, സ്ത്രീകളുടെ ഈ കാശുണ്ട്. സ്ത്രീകൾ ഇതും കൊണ്ട് പുരുഷന്മാരെയും കൂട്ടി കമ്പോളത്തിൽ ചെന്നു. ആ കമ്പോളത്തിൽ ഇറങ്ങാനൊന്നും അടിമകൾക്ക് അവകാശമില്ല. ഏതായാലും കാശിൻ്റെ പെരുപ്പ് നിമിത്തം, ഈ കിട്ടുന്ന പൈസ നിമിത്തം കച്ചവടക്കാർ അന്നേരം ഇതൊന്നും ഓർത്തില്ല, സാധനം വിറ്റു. പിറ്റേന്ന് നാട്ടിലെല്ലാം അറിഞ്ഞ് ഇന്നലെ പോയ എൻ്റെ കച്ചവടം വരുന്ന സംഭവം ഇങ്ങനെ. പിറ്റേന്ന് പെരുത്ത അടിയാണ് ഇവിടെ നടന്നേ. അടി. അതാ ഈ മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ കിടപ്പുണ്ട് ചരിത്രത്തിനകത്ത്. നിങ്ങൾ ഈ പേര് വല്ല എഴുതാൻ കൊള്ളാമെന്ന് ഓർത്തേ. ലോകത്ത് പലതരം സമരം നടന്നിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നടന്ന സമരം മാറുമറയ്ക്കൽ. നഗ്നത മറയ്ക്കാൻ അമ്മയ്ക്ക് സമരം ചെയ്യേണ്ടി വന്ന സ്ഥലമാണ് കേരളം. അങ്ങനെ ലോകത്തൊരു സ്ഥലമില്ല നഗ്നത മറയ്ക്കാൻ വേണ്ടി. അത്തരം ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ സ്ഥിതിയായത്. ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാർ വെള്ളം ഒടിച്ചിട്ട് ഇത് കേൾക്കണം, മദ്യപിച്ചിട്ട് നമ്മുടെ കവടിയാർ കൊട്ടാരത്തിൻ്റെ മുമ്പിലോട്ട് വന്നിട്ട് ഇതുവരെ മനസ്സിൽ അടക്കി പിടിച്ച സകല വികാരങ്ങളും അവിടെ അങ്ങ് തീർത്തു. രാജാവിനെ പൂരം തെറി നടന്ന സംഭവമാണ്. അവിടെ മുതലൊരു ജാഥ പോലെ തെറി പറഞ്ഞു വരിക, പണ്ട് ചെയ്ത കഥകളെല്ലാം പറഞ്ഞു വരിക. പട്ടാളക്കാർക്ക് നേരിടാൻ പോലും ബുദ്ധിമുട്ട്. കേണൽ മൺറോയെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. എന്താണെങ്കിലും അങ്ങനെ തീർന്ന റോഡാണ് ഈ നാഷണൽ ഹൈവേ. എൻ്റെ തുടക്കം ഇങ്ങനെ മനസ്സിലായില്ലേ? ഇങ്ങനെ കഥകളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കൂടെ KK റോഡെന്ന് പറഞ്ഞുണ്ട്. കോട്ടയം കുമളി മലമണ്ടയിലുള്ള റോഡാണ്. ആ റോഡ് തന്നെ ഉണ്ടാകുന്നത് ഈ കേണൽ മൺറോ യുദ്ധമാണ്. മൺറോ ഫണ്ട് കൊടുത്തു. കോളവണ്ടിക്ക് പോകാൻ പറ്റിയ വഴിയാണ്. ആ വഴി മുണ്ടക്ക സ്ഥലത്തൊരു സ്കൂളുണ്ടായപ്പോൾ അവിടേക്ക് പല വ്യഞ്ജനങ്ങൾ കൊണ്ടു കൊടുക്കണം. മുമ്പ് പറഞ്ഞാൽ പാൽപ്പൊടിയൊക്കെ ഉണ്ട്, അത് കൊണ്ടു കൊടുക്കണം. കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. വഴി വിശാലമാക്കി. ആ സ്ഥലം ഇപ്പോൾ KK റോഡ് അങ്ങ് വരെ ചെല്ലാം, കുമളി വരെ ചെല്ലാം. പ്രശ്നം എന്താണെന്നറിയണ്ടേ? ഇന്ന് നിങ്ങൾ അതിൻ്റെ സൈഡിലെങ്ങാനും നിന്ന് ഈ ബൈബിളും പിടിച്ചുകൊടുന്ന് പരസ്യവും നടത്തിയാൽ നമ്മളോട് പറയാം പോകാൻ. ഇത് ആർക്ക് വേണ്ടി വെട്ടിയതാ? കോളേജിലേക്കും സ്കൂളിലേക്കും സുവിശേഷം പറയാനും ബൈബിൾ കൊണ്ടുപോകാനും വേണ്ടി അന്ന് കാളവണ്ടി നിറച്ച് പുസ്തകക്കെട്ടും കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ വഴിയാണ്. അവിടെ നമ്മൾ നിൽക്കരുത്. എന്തൊരു കഷ്ടമാണ്. ഒക്കെ പോട്ടെ, ഞാൻ കുറേയൊക്കെ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. പറഞ്ഞത്
ഇങ്ങനെ നാടിന് ആധുനികതയുടെ വഴി തുറന്നു കൊടുത്തത് വിശുദ്ധ ബൈബിളും അതിൻ്റെ പ്രസംഗരുമാണ്. ഇന്ത്യയിൽ ഇതൊന്നും നല്ല രീതിയിൽ പോയില്ലെന്നല്ല, എല്ലാവർക്കും ഈ സുഖസൗകര്യങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയില്ല. അതാ പ്രശ്നം. നളന്തയും തക്ഷശിലയൊക്കെ നല്ല സ്ഥാപനങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പഠിക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയാത്ത വിധത്തിൽ വിവേചനത്തിൻ്റെ കനം വർദ്ധിച്ചപ്പോൾ, മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ തട്ടുതട്ടായി തിരിച്ച് ശ്രേണീകൃത സംവിധാനം ഉളവാക്കിയപ്പോൾ, ശ്രേണീനിബദ്ധമായ ഇത്തരം ആചാര ദുരാചാരങ്ങളുടെ മീതെ കൂടിയാണ് സുവിശേഷം അതിൻ്റെ അതിശക്തമായ പരിവർത്തനം നടത്തിയതെങ്കിൽ, ആ പരിവർത്തനം ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ അനവധി ഗ്രാമങ്ങളിൽ ഇന്നും ഈ സുവിശേഷത്തിന് വേണ്ടി നിരാഹിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ആ മനുഷ്യത്വത്തിൻ്റെ പ്രകടിപ്പിക്കലാണ് ഈ സുവിശേഷം. അവൻ്റെ ആത്മാവിനും അലക്സാണ്ടറുടെ ആത്മാവിനും ഒന്നാണ് വില എന്ന് പറയാൻ ആർജവം കാണിച്ച, തൻ്റെടം കാണിച്ച, കരുത്തു കാട്ടിയ ചങ്കുറപ്പാണ് സുവിശേഷം. ആ സുവിശേഷം തുല്യതയുടെ സന്ദേശമാണ്. അത് സമത്വത്തിൻ്റെതാണ്, അത് സാഹോദര്യത്തിൻ്റെതാണ്, അത് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ്, അത് ആദരിക്കാൻ പഠിപ്പിക്കുന്നതാണ്. സ്തോത്രം. ബഹുമാന്യരെ, ഒത്തിരി സംഭവങ്ങൾ ഇതുപോലുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നല്ല ചികിത്സാ രീതികളുണ്ടായിരുന്നു, മോശമൊന്നും അല്ലത്. പക്ഷെ കുഴപ്പം എന്തായിരുന്നു? ഉദാഹരണം ആയുർവേദം നല്ലതാ. അതിൻ്റെ ഈ മരുന്ന് കൊടുക്കുന്ന ആളുകളെല്ലാം തന്നെ എല്ലാ ചികിത്സയും എല്ലാവർക്കും പറ്റില്ല, എല്ലാ ജോലിയും എല്ലാവർക്കും പറ്റില്ല. ജോലി മാറിച്ചെത്താൻ ശിക്ഷയാണ്. വിദ്യ അഭ്യസിക്കാൻ പറ്റില്ല, ശിക്ഷയാണ്. നിങ്ങളിവിടുന്ന് ഊരുട്ടമ്പല സ്കൂളിൽ ചെല്ലുക, പാതി കത്തിക്കരിഞ്ഞൊരു ബെഞ്ച് ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്താ കാരണം? രാജ്യം ഉത്തരവിറക്കി എല്ലാവർക്കും പഠിക്കാം. വിദ്യാഭ്യാസം സാർവത്രികമാക്കിയ ഘട്ടത്തിൽ ഒരു കുട്ടിയെ കൊണ്ട് ക്ലാസ്സിലിരുത്തി. ആ കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോൾ മറ്റു കുട്ടികൾ പേടിച്ചോടി. ആ കുട്ടികളുടെ കുഴപ്പമല്ല, സഹജീവി ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവനെപ്പോലെ രക്തമുള്ള, അവനെപ്പോലെ ശാരീരിക സവിശേഷതയുള്ള, അവളെപ്പോലെ തന്നെ ഒരേ നിലയിലുള്ള ഒരു കുട്ടി, പഞ്ചമി എന്ന പേര്, അവൾ ക്ലാസ്സിൽ വന്നപ്പോൾ മറ്റു കുട്ടികൾ പഠിച്ചു വച്ച ചിന്ത സഹോദരനെ സ്നേഹിക്കാനല്ല, ഓടി മാറാൻ തുനിഞ്ഞപ്പോൾ സ്കൂൾ പൂട്ടിയിടും. പ്രശ്ന ഒടുക്കം കേട്ടില്ലേ? ആ പെൺകുട്ടി ഇരുന്ന ബെഞ്ചിന് തീയിട്ടു. ബെഞ്ച് പാതി കത്തിയത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് പഠിച്ചപ്പോൾ സംഭവിച്ച കാര്യമാണ് അത്. ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ കുമ്പനാടിൻ്റെയൊക്കെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ കോഴഞ്ചേരിക്കടുത്ത്. അവിടെയുള്ളൊരു മനുഷ്യൻ ഈ വാർത്ത കേട്ട് നടുവ് തളർന്ന് താഴെ വീണു. എൻ്റെ അർത്ഥം, കേൾക്കാൻ പാടില്ലാത്തൊരു വാർത്ത ഒരു കൊച്ചു ക്ലാസ്സിലിരുന്ന് പഠിച്ചെന്ന്. അഡ്മിഷൻ കിട്ടി. വലിയ പ്രശ്നം. അനന്തരഫലമായിട്ട് വലിയ പ്രക്ഷോഭം, കേരളം കണ്ട പ്രക്ഷോഭമാണ്. ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നു. ഇതൊക്കെ ഈ നടക്കുമ്പോൾ ഒരു കാര്യം അറിയണ്ടേ? സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ ഒന്നും ഇടയിൽപ്പെടാതെ മൗനമായി മറ്റൊരു പരിവർത്തനം ഇന്ത്യയിൽ നടന്നിരുന്നു. എല്ലാവരെയും പഠിപ്പിക്കുന്ന ചില സ്ഥാപനം. ആ സ്ഥാപനത്തിന് അന്ന് നാട്ടുകാരിട്ട പേരാ പള്ളിക്കൂടം. പള്ളിക്കൂടം എന്ന് പേര് പറയാൻ കാരണം, പള്ളിയോട് ചേർന്നൊരു ചാർത്തുണ്ടാക്കി ജാതിക്കും മതത്തിനും പരിഗണന കൊടുക്കാതെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ആ കൂട്ടം പള്ളിക്കൂടമായി മാറി. അവിടെ ക്ലാസ് എടുത്ത് ജാതിക്കും മതത്തിനും അപ്പുറത്ത് ശാസ്ത്ര സിദ്ധാന്തങ്ങളെ, ഗണിതശാസ്ത്രത്തെ, ചരിത്രത്തെ ഒക്കെ പഠിപ്പിച്ച് മാതൃകാപരമായ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് പടുത്തുയർത്തി മാറ്റത്തിൻ്റെ മാറ്റലി ഈ രാജ്യത്തെ കേൾപ്പിച്ചത് സുവിശേഷമാണ്. മറ്റെന്താണെന്നല്ലെങ്കിൽ നിങ്ങൾ പറയൂ. ആരോഗ്യത്തിൻ്റെ പ്രശ്നം എന്താണ്? എല്ലാവരെയും ചികിത്സിക്കില്ല. കാരണം രോഗിയുടെ ജാതി അനുസരിച്ച് ഡോക്ടർ തൊടും. അതെന്നെ വിൽപ്പോൾ എഴുതുന്നുണ്ട്. ഈ കോളറയൊക്കെ പടർന്ന് പിടിച്ച സമയത്ത് ഒരാൾ പനി പിടിച്ച് കിടക്കുകയാണ്. പാശ്ചാത്യനായൊരു ഡോക്ടർ വന്ന് ക്ഷീണിച്ചവശനായി കിടക്കുന്ന പനി, വല്ലാതെ 100 ഡിഗ്രിക്ക് മീതെ പനിയുള്ളൊരു മനുഷ്യൻ കിടക്കുകയാണ്. അയാളുടെ ഡോക്ടർ പരിശോധനയുടെ ഭാഗമായിട്ട് വന്ന് ഈ സാഹിബ് തലയിൽ ഇങ്ങനെ കൈവച്ചു. അങ്ങനെ നോക്കുമല്ലോ. ആളുകൾ അമ്പരന്ന് അംഗരക്ഷകരെല്ലാം ഓടി വന്ന് അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നു. കാരണം സാഹിബ് തൊട്ടപ്പോൾ ഈ കിടന്ന രോഗി അശുദ്ധനായി പോയെന്ന്. ഡോക്ടറാ ഒട്ടും വിട്ടില്ല. കട്ടിലോളം എടുത്ത് ഈ പുള്ളിയെ കൊണ്ടുപോയി കുളത്തി നോക്കി പൊക്കിക്കൊണ്ട് വന്നു. എന്തോ അശുദ്ധി മാറാനേ. എന്തൊരു മനുഷ്യരായിരുന്നു ഇവിടെ ജീവിച്ചെന്ന് ആലോചിച്ച്. ആ ചെയ്തവരെയൊന്നും കുറ്റമല്ല, ഞാൻ അവരെ പറയല്ല കേട്ടോ. അവരുടെ ഉള്ളിൽ രൂഢമൂലമായി കിടന്നിരുന്ന ആ ബോധത്തിൻ്റെ കനമാണത്. അവിടെ നിന്നാണ് ഇത്തരം വൈദ്യമൊക്കെ വന്നു.
അപ്പോൾ രോഗിയും ഡോക്ടറും തമ്മിൽ 10-64 അടി അകലെ ജാതിക്കനുസരിച്ച്. നമ്പൂതിരിയാണ് ഇവിടെ ഇരിക്കുന്ന ഡോക്ടറെങ്കിൽ ആ ഡോക്ടറും രോഗിയും തമ്മിൽ 32 അടി, 64 അടി, 84 അടി ഇങ്ങനെ ജാതിക്കനുസരിച്ച് നിൽക്കണം. ഒരു കയ്യാൾ ഇടയ്ക്ക് നിൽപ്പുണ്ട്. അയാൾ ഓടി നടന്ന് ഇങ്ങനെ അന്വേഷിക്കും ലക്ഷണം, കണ്ണിൻ്റെ നിറം, നഖത്തിൻ്റെ നിറം, ലക്ഷണമെല്ലാം വന്ന് പറയും. അയാൾ ഓടി ഇവിടെ വരും. ഇയാളൊരു എഴുത്തോലെ എഴുതിയതെല്ലാം എഴുതിയിട്ട് പറയും കിഴുകാനെല്ലി ഇത്ര, കൂശ്മാണ്ഡം ഇത്ര. എന്താ അതിൻ്റെ പേരെന്ന് പോലും കേൾക്കുന്നവനും വായിക്കുന്നവനും അറിയും. ഈ പോകുന്ന വഴിക്ക് ഇവൻ ദൂരോട്ട് കളഞ്ഞിട്ട് അവനവൻ്റെ വഴിക്ക് പോകും. കാരണം ഇതൊക്കെ എവിടെ പോയി തപ്പാനാണ്? ഇതിങ്ങനെ നിൽക്കുന്ന സമയത്താണ് സായിപ്പ് ഒരു കുതിരവണ്ടിയെ വരുന്നു. കൂടെ ഒരു പെങ്കൊച്ച്, ഇപ്പുറത്തൊരു കമ്പൗണ്ടർ, കയ്യിലൊരു പെട്ടി. അയാൾ എന്ത് ചെയ്തു? ഈ കഴുത്തേ കിടക്കുന്ന കുഴലുണ്ടല്ലോ, സ്റ്റെതസ്കോപ്പ്, ഇതെടുത്ത് ഇങ്ങനെ നെഞ്ചത്തോട്ട് തൊട്ടു. മറ്റേ പെങ്കൊച്ച് ഡെറ്റോൾ വെള്ളത്തിൽ മുക്കി തെർമോമീറ്റർ വായിൽ വെച്ചു, അല്ലെങ്കിൽ ഇവിടെ വെച്ചു. ആ പനി എഴുതി, അളവെഴുതി അങ്ങോട്ട് പോവുകയാണ്. എഴുതി പോകും. മറ്റവൻ മരുന്ന് കൃത്യം എടുത്ത് കുടിക്കാൻ കൊടുത്തു. നിങ്ങളൊരു കാര്യം മനസ്സിലായോ? ഈ സ്റ്റെതസ്കോപ്പ് നായാടിയെയും നമ്പൂതിരിയും നായരെയും നാടാരെയും ദലിതനെയും എല്ലാം ഇങ്ങനെ മുട്ടിച്ച് പോകുമ്പോൾ കഴിയില്ല. ഇന്നും കഴുകേണ്ട കാര്യമില്ലത്. മനുഷ്യനാണ്, അതുകൊണ്ടാണ്. അങ്ങനെ കേരള സമൂഹത്തിൽ നിന്ന് അയിത്തം മാറ്റിയ സാധനത്തിൻ്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്. ഇതുപോലൊരു സാധനം ഇല്ലെന്ന്. എൻ്റെ മക്കളൊക്കെ ഡോക്ടർമാരായിക്കണം കേട്ടോ. അയിത്തം മാറ്റി ഇതുപോലൊരു സാധനം ഇല്ല. എല്ലാവരെയും തൊട്ടെന്ന് ഇത് വെച്ച് ഇപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ച്, ഈ സാധനം വെച്ച് ഇതൊന്നും ഇവിടെ നീക്കിയല്ലെന്ന് ആളുകൾ ചിന്തിച്ചു. സംഭവിച്ചെന്താ? വില്ലങ്കേരി വന്ന് അവിടെ സ്കൂൾ തുടങ്ങി. ആ സ്കൂൾ തുടങ്ങുമ്പോൾ ആളുകളുടെ വിചാരം കാലപ്പാനി കാലപ്പാനി എന്ന് പറഞ്ഞാൽ കറുത്ത ജലമെന്ന് അർത്ഥം കേട്ടോ. കടലിന് നമ്മുടെ ആൾക്കാർ വിചാരിച്ചത് കറുത്തതെന്നാണ്. നീലയാതെന്ന് പോലും മനസ്സിലാക്കാനുള്ള ത്രാണി ഉണ്ടായില്ല. ആ കടൽ കടന്നു പോകുന്നത് പാപമാണെന്ന് മലയാളി ധരിച്ചിരുന്നു. കടൽ കടന്നു പോകുന്നു അവിടുന്ന് വന്നതും. അതുകൊണ്ട് കടൽ കടന്ന് ഇവർ വന്നു. കടലിന് കുറുകെ കടന്നപ്പോൾ എന്തോ കുഴപ്പം പറ്റിയെന്നൊക്കെയാണ്. ഇപ്പോൾ കടലും കടന്നങ്ങ് പോവാ. മിനിറ്റിന് നമുക്കൊന്നും പോകാൻ സൗകര്യം കിട്ടുന്നില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല. പണ്ടിത് വേണ്ടെന്ന് പറഞ്ഞാൽ പറന്ന് പോവാന്ന് അങ്ങോട്ട് ജോലി തേടി. പോട്ടെ. അപ്പോൾ ചെന്നത് ഈ വില്ലങ്കേരി വന്ന് കലാലയം തുടങ്ങി. ഇംഗ്ലീഷ് പഠിപ്പിച്ചു. മറാഠി ഭാഷയിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തി. ഈ ജോലിയെല്ലാം ചെയ്യുമ്പോൾ വില്ലങ്കേരി ആളുകൾ കൂടുന്നൊരു പൊതുയോഗത്തിൽ സംസാരിക്കാൻ വന്നു. ഇദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് ഒരു നാട്ടുപ്രമാണി പറഞ്ഞത്, ഇംഗ്ലണ്ടിൽ നിന്നൊരു ചെരുപ്പ് വ്യാപാരി ഇവിടെ ഒരു സ്കൂൾ നടത്താൻ വന്നിട്ടുണ്ട്. അധ്യക്ഷനാന്ന് നടത്തണം, ക്ഷണിക്കുക. അദ്ദേഹം വന്ന് ആശംസ പറയും. എന്താണെന്നറിയണ്ടേ? ഈ ജോലി ചെയ്യുന്നതെന്തോ മോശമായി ഇന്ത്യക്കാരൻ ധരിച്ചിരുന്ന ഒരു കാലത്തെ, അല്ലെങ്കിൽ അത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതോ, അതുമല്ലെങ്കിൽ ശ്രേഷ്ഠമെന്ന് കരുതുന്നതിലെ തൊഴിലുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? അന്നം വിളയിക്കുന്നവൻ പണി മുടക്കിയാൽ ആഹാരം കിട്ടില്ല. ഒരു വസ്തുത പറയാം. ഞങ്ങളൊക്കെ 2 മണിക്ക് പുറപ്പെട്ടാണ് ഈ നേരത്തെ ഇവിടെ എത്തുന്നത്. ഇന്ന് സവായ കൊള്ളോണ്ടല്ല, ഞാൻ കഴിവത് യോഗത്തിന് നേരത്തെ പോകുന്ന ഒരാളാണ്. അവിടെ ഈ വരുന്ന വഴിക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ നാശ പെർമിറ്റ് വണ്ടി. അവർ പതുക്കിയാണ് വരുന്നത്. നമ്മളിങ്ങോട്ട് വന്നിട്ട് ഓണടിച്ച് ഇവനെ ഒന്ന് മാറ്റി വഴക്ക് പറഞ്ഞ് ഇവനൊന്ന് മാറിയാൽ മതി. അസഹിഷ്ണുത കാണിക്കുക. നിങ്ങൾ ഞാനുമൊക്കെ അങ്ങനെ അവിടെ വരുന്നത് അല്ലേ? ആ നാശ പെർമിറ്റ് ഓടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ അവസ്ഥ അറിയോ? ഒരു തുച്ഛമായ കൂലി. അവനാ കൊണ്ടുവരുന്ന സാധനം എന്താണെന്നറിയണ്ടേ? യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വാരി ഉണ്ണാനുള്ള അന്നം കൊണ്ട് വരിക അവൻ. മനസ്സിലായോ? അവനെതിരെയാണ് ഞാൻ ഈ ഓണടിച്ച് അസഹിഷ്ണുത കാണിച്ചെന്ന്. മനസ്സിലാകുന്നില്ലേ? അവനും വില കൽപ്പിക്കണമെന്നാണ് പോയവനെ. ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളിക്ക് അവൻ്റെ വില കൊടുക്കണം. നിങ്ങൾ പണിയെടുക്കുന്ന കട നടത്തുന്ന വ്യാപാരിക്ക് അതിൻ്റെ വില കൊടുക്കണം. ആ വില വേണ്ടേ? ചിലപ്പോഴൊക്കെ ആളുകൾ പരിഹസിച്ച് മറ്റൊരാളെക്കുറിച്ച് പറയും ചന്തപ്പണി, ചന്തത്തരം. ചന്ത എന്താ? ഏറ്റവും താഴേക്കിടയിലുള്ള വ്യാപാരി അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വിലപേശി വിറ്റ് മക്കളെ പഠിപ്പിക്കാനും നേഴ്സിങ്ങിന് പഠിപ്പിക്കാനും ഒക്കെ വേണ്ടി വന്ന് ചെയ്യുന്ന ജോലി. അത് ജോലിക്ക് വില കൽപ്പിച്ചില്ല. പക്ഷെ നിങ്ങൾ ബൈബിൾ എടുത്തൊന്ന് പരിശോധിച്ച്, തോൽക്കൊല്ലനായ ശിമോൻ, മീൻപിടുത്തക്കാരനായ പത്രോസ്, കൂടാരപ്പണി ചെയ്തു പോകുന്ന ശൗൽ വായിച്ചിട്ടില്ലേ? ഇവിടെ ജോലി എന്താന്ന് പറയാൻ യാതൊരു അപമാനവുമില്ലാത്ത, അറയ്ക്കാത്ത, മാതൃകാപരമായി ജോലി ചെയ്തവനെ നോക്കി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ ഈ ഗുരു കാലത്തോട് ഇടപെട്ട രീതി നിങ്ങൾ നോക്ക്. 2000 ആണ്ട് മുമ്പേ ജോലിയുടെ മഹത്വം, തൊഴിലിൻ്റെ മഹത്വം
ഉൾക്കൊണ്ടുകൊണ്ടായി പുസ്തകം സംസാരിച്ചേ. പണിയെടുക്കുന്നവനെ ആദരിച്ച ഗ്രന്ഥമായത്, ജോലി ചെയ്തവനെ ആദരിക്കുന്ന മാർഗമായത്, ആ ജോലി ചെയ്യുന്നവൻ്റെ കൂലി പിടിച്ചു വെക്കരുതെന്ന് പറഞ്ഞ മാർഗമായത്, ആ ജോലി ചെയ്യുന്നവൻ പിരിഞ്ഞു പോകുമ്പോൾ അവനെല്ലാ ആനുകൂല്യങ്ങളും നൽകി അവനെ കുടുംബമായി പരിരക്ഷിച്ചയക്കണം എന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാ നമ്മളെ കളിക്കുന്ന വിശുദ്ധ ബൈബിള്. ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിച്ചതല്ലേ? കേരി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എന്നെ അധ്യക്ഷൻ പരിചയപ്പെടുത്തി, ഞാൻ ചെരുപ്പ് വ്യാപാരിയാണെന്ന്. ഞാൻ പറഞ്ഞു, ചെരുപ്പ് വ്യാപാരിയല്ല, ഇംഗ്ലണ്ടിലെ കെറ്ററിങ്ങിൽ പട്ടാളക്കാർക്ക് ഷൂ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഷൂ നിർമ്മിക്കുന്ന ഒരു ചെരുപ്പ് കുത്തി മാത്രമാണ് ഞാൻ. ദൈവം എന്നെ ഈ ദേശത്തേക്ക് അയച്ചു, ഞാൻ ആയിരിക്കുന്ന അവിടുത്തെ കൃപ. എന്തു പറ്റി? ഈ പറഞ്ഞവൻ മരിച്ചു, കാലം ഒത്തിരി കഴിഞ്ഞു. അന്ന് വില്ലങ്കേരോട് പറഞ്ഞതെന്തെന്നറിയണ്ടേ? ഇങ്ങേരുടെ ഈ ഇംഗ്ലീഷും ഇങ്ങേരുടെ ഈ ഭാഷയും പഠിപ്പുരും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഇത് പൊട്ടിക്കെട്ടിപ്പോവും. കാരണം ഇന്ത്യക്കാരൻ ധരിച്ചത് സംസ്കൃതമാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ സംസ്കൃതവും ഇംഗ്ലീഷും തമ്മിൽ ഒരു അലിഖിതമായ സംഘട്ടനം നടന്നു ഇന്ത്യയിൽ. പറഞ്ഞതുപോലായിട്ട് എന്ത് പറ്റി? ഇംഗ്ലീഷിൽ നിന്ന് എവിടെ നിൽക്കുന്നു അറിയാമല്ലേ? അതവിടെ നിൽക്കട്ടെ. സംസ്കൃതം എവിടെ നിൽക്കുന്നു? ഞാൻ പറഞ്ഞുതരാം എവിടെ നിൽക്കുന്നത്. സമ്പ്രതി വാർത്താ സുയന്തം ഒരു തിരി, അതും 10 കൊല്ലം മുമ്പേ തീർന്നു. പ്രവാചക മതി നിർത്തിക്കും, ഇത്രേ ഉള്ളൂ. എന്താ പറ്റിയേ? ഇതിലൊക്കെ നന്മയുണ്ട്, പക്ഷേ ഇതെന്ത് ജനകീയവൽക്കരിച്ചില്ലെന്ന്, എല്ലാവർക്കും ഈ അറിവ് പകർന്നില്ലെന്ന്, ഇത് ചിലർ കുത്തകയാക്കി വെച്ചെന്ന്. ഇത് നന്മയാണെങ്കിൽ എല്ലാവർക്കും കൂടെ എല്ലാവരിലേക്കും ചെല്ലണ്ടേ? അത് ഇംഗ്ലീഷ് ഏറ്റെടുത്തു. 200 കൊല്ലം സെനറ്റ് ഓഫ് ഷെറാംപൂർ കോളേജ് അവിടെ നിലനിൽക്കുക. 225 കൊല്ലത്തിലധികമായി. 1993 ഒരു സംഭവം ഉണ്ടായി. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ശങ്കർദയാൽ ശർമ്മ, ഇന്ത്യയുടെ രാഷ്ട്രപതി, മഹാനായ വില്ലങ്കേരിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അത് കിട്ടും. നിങ്ങളെന്താ മനസ്സിലാക്കിയേ? സുവിശേഷം അറിയിച്ച ഞങ്ങൾ ഈ രാജ്യത്ത് ദേശദ്രോഹികളല്ല, അടിസ്ഥാനപരമായി ജനതയുടെ വിമോചനത്തിന് പണിയെടുത്ത ആളുകളാ. പെന്തക്കോസ്ത് സഭകൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന് തുടക്കം കുറിച്ച പണ്ഡിറ്റ് രമാബായി സരസ്വതി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പ്രാർത്ഥനാമുറിയിൽ രൂപപ്പെട്ടു വന്ന ആത്മനിറവിൻ്റെ അലയൊലികളാണ് ഇന്ത്യയെ മുഴുവൻ മാറ്റിമറിച്ചത്. ആ സ്ത്രീയെ രാഷ്ട്രം 2 രീതിയിൽ ആദരിച്ചു. ഒന്ന്, പണ്ഡിറ്റ് എന്ന ബിരുദം നൽകി. പണ്ഡിറ്റ് നെഹ്റു എന്ന് പറയുന്ന പോലെ തന്നെ സംസ്കൃത ഭാഷയിൽ പണ്ഡിറ്റ് ബിരുദം നേടിയ ആ സഹോദരിയാണ് ഹിന്ദി ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാക്കണം എന്ന് ആദ്യം സർക്കാരിന് നിവേദനം കൊടുത്തയാൾ. ആ സഹോദരിയാണ് മറാഠി ഭാഷയ്ക്ക് ലിപികൾ ഉണ്ടാക്കി കൊടുത്തയാൾ. ആ സ്ത്രീയുടെ സ്ഥാപനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കിൻഡർ ഗാർട്ടൻ സ്കൂൾ. 3500-ൽ പരം ദുരിതമനുഭവിക്കുന്ന സ്ത്രീ അന്തേവാസികളെ, സതി നിമിത്തം നിരാകരിക്കപ്പെട്ടവരെ, ഒറ്റപ്പെട്ടുപോയ സ്ത്രീകളെ കൊണ്ട് പാർപ്പിച്ച സ്ഥാപനത്തില ഉണർവിൻ്റെ താപജ്വാലകൾ ആദ്യം ഉടലെടുത്തത് അവരെ പ്രാർത്ഥനാമുറിയില. അന്യഭാഷാ ഭാഷണത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുന്ന ആധുനികമായ പെന്തക്കോസ്ത് ആശയങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നത്. ഇന്ന് അവരുടെ പേരിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവരുടെ പേരിൽ പുറത്തിറങ്ങി ഒരു തപാൽ സ്റ്റാമ്പ്. ഇനി എത്ര പേർക്കറിയാം? ഇന്ത്യൻ ഭരണഘടന പോലും ഒരു പാസ്റ്ററും കൂടി പ്രാർത്ഥിച്ച് രൂപപ്പെടുത്തിയ സാധന. CJM നിക്കോൾസൺ റോയ് അടിച്ചു നോക്കിയാൽ മതി. അന്നത്തെ കാലത്തെ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പാസ്റ്റർ, IPCയുടെ സ്ഥാപകൻ പാസ്റ്റർ K. എബ്രഹാമിനെ സ്ഥാനപ്പെടുത്തിയ, അദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തിയ ഖാൻ എന്നു പേരായ ഒരു മുസ്ലിം കൺവേർട്ട് ദൈവാസനുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൻഡേഴ്സൺ ചർച്ച് കൂടിലെ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഭരണഘടന ശില്പികളുടെ കൂടെ എഴുതിയിരിക്കുന്നത് തന്നെ റെവറൻഡ് CJM നിക്കോൾസൺ റോയ്. താഴേക്ക് പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കൃത്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ രാജ്യത്തിലെ ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പട്ടിക തയ്യാറാക്കിയത്. അന്നത്തെ കാലത്ത് ഡിഗ്രി നല്ല നിലയിൽ പാസ്സായ മനുഷ്യൻ. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഈ പുസ്തകത്തിൻ്റെ വക്താക്കളും ഇറങ്ങി പുറപ്പെട്ട് ആധുനികമായ ഒരു ഇന്ത്യ രൂപപ്പെടുത്തുമ്പോൾ മാനവികതയുടെ പുത്തൻ മൂല്യങ്ങൾ എല്ലാ മനുഷ്യരും ആസ്വദിക്കണം എന്ന കാഴ്ചപ്പാട് പ്രവർത്തിച്ചപ്പോൾ ഇങ്ങനെ നമ്മൾ ആകണമെന്നും ലോകത്തെല്ലായിടത്തും ഈ വെളിച്ചം കൊണ്ടെത്തിക്കണമെന്നും നമ്മുടെ പരമഗുരു ആഗ്രഹിച്ചുകൊണ്ട് നമ്മിൽ ഏർപ്പെടുത്തിയ ദൗത്യത്തിൻ്റെ പേരാ സുവിശേഷീകരണം.
ഈ സുവിശേഷ ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലും എത്തുമ്പോൾ മനുഷ്യരാശിക്ക് സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെ മഹത്തരമായ അത്തരമൊരു ലോകമാണ് അവരുടെ മുമ്പിൽ തുറന്നിടുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ എത്ര പേർ അത്തരമൊരാശയത്തിന് വേണ്ടി സമർപ്പണ ചിത്തരായി ഇന്ന് രാത്രി മടങ്ങും? പുറത്തിരുന്ന് ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരെ, ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അധീനമായി സകല മനുഷ്യരാശിയുടെയും പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു തന്ന നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരു ദേശം കൊണ്ട്, ഒരു കാലം കൊണ്ട്, ഒരു മേഖല കൊണ്ട് ഒതുങ്ങുന്നില്ല. എല്ലായിടത്തുമുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു ഈ ഗുരു. അതുകൊണ്ട് ഇതിനകത്തൊരു ദൈവികത മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിക്കേ, യേശു മരിക്കുമ്പോൾ സ്വന്തം കൂടി വരാനൊരിടമില്ല. യേശു മരിക്കുമ്പോൾ സഞ്ചരിക്കാനൊരു കഴുതയോ കാളയോ ഒന്നും ആ സ്ഥാപനത്തിനില്ല. ഒരു കാളവണ്ടി പോലും ഇല്ല. ഉള്ളതേ വേണ്ടത്ര പഠിപ്പില്ലാത്ത, സമ്പത്ത് തീരെ ഇല്ലാത്ത, അല്പസ്വല്പം ഭയമുള്ള, സാമൂഹ്യ വ്യവസ്ഥിതിയെ അന്ന് അല്പം പേടിക്കുന്ന 10-11 ശിഷ്യന്മാരും അവരുടെ കുടുംബാംഗങ്ങളും. അനാഥമാക്കുന്ന പോലെ ഈ സ്ഥാപനമാക്കിയിട്ട യേശു പോയത് എന്ന് നാട്ടുകാർക്ക് തോന്നും. അങ്ങനൊന്നും പോകുന്നവനല്ല യേശു. അനുഭവമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റപ്പെടുത്തുമ്പോഴൊന്നും ഒറ്റപ്പെട്ടു പോകാതെ കൂടെ നിൽക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാ ക്രിസ്തു. 40 ദിവസം അക്ഷരാർത്ഥത്തിൽ പ്രത്യക്ഷനായിട്ട് പറയുക, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് നിങ്ങളിവിടെ കാത്തിരിക്കണം. അധികം നാൾ കാത്തിരിക്കേണ്ടി വരുന്നില്ല. വെറും 10 ദിവസം. 40 ദിവസം യേശു കൂടെ ഉണ്ടായിരുന്നു, 10 ദിവസം കൂടെ ഇല്ല. ആ ഇൻ്റർവെല്ലിൽ അവർ ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം പറയുക, അവർ കൂടി വന്നിരുന്ന സ്ഥലം കുലുങ്ങി. കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദമുണ്ടായി. ഒരു ഇരുമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മീതെ പതിഞ്ഞു. അന്നാരംഭിച്ച ഈ വിശുദ്ധ സഭ കഴിഞ്ഞ 2000 വർഷം എല്ലാത്തരം എതിർപ്പുകളെയും നേരിട്ട് 10 റോമൻ ചക്രവർത്തിമാർ 320 കൊല്ലം തലങ്ങും വിലങ്ങും ആക്രമിച്ച് ഉന്മൂലനം ചെയ്ത് നമ്മുടെ സമൂഹത്തെ ചുണ്ണാമ്പ് ചൂളകളിൽ മുക്കിക്കൊന്ന് നമ്മുടെ ജനതയെ സിംഹങ്ങളുടെ കൂട്ടിലേക്ക് എറിഞ്ഞുകൊടുത്ത് പ്രാർത്ഥനാ മനുഷ്യരെ അതിദാരുണമായ വിധത്തിൽ ഈർച്ചവാളിനാൽ കൊന്നുകളഞ്ഞ് അങ്ങനെ കൊലപാതകത്തിൻ്റെ പരമ്പരകളിലൂടെ ആ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഉന്മൂലനം ചെയ്ത ചരിത്രമുണ്ട്. കലികുള എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അയാൾ മനുഷ്യരെ കൊല്ലുന്ന രീതി ഭീകരമായിരുന്നു. പ്രാർത്ഥന മനുഷ്യരെ വിളിച്ചുകൊണ്ടിരുന്നു, അതും പുരുഷന്മാരെ. ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി കൈകൾ പിന്നോട്ട് വലിച്ചു കെട്ടി നീളമുള്ള ഇരുമ്പ് കമ്പിയോ അതല്ലെങ്കിൽ കൂർപ്പിച്ച മുനയുള്ള ഒരു തടിക്കഷണമോ ഉച്ചിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിറക്കും. തല പിളർന്ന് രക്തം ചൊരിഞ്ഞ ആൾ മരിക്കും. കെട്ടുകഥയല്ല. ഈ ഉള്ളവൻ നേരിട്ട് ഒരു കാഴ്ച ഒരു മ്യൂസിയത്തിൽ കണ്ടു. ആ മ്യൂസിയത്തിലെ കാഴ്ച ഭയാനകമായിരുന്നു. ഗൈഡ് നമുക്ക് പറഞ്ഞു തരും, എന്താണിവിടെ? തല പിളർന്ന് അതിൻ്റെ ഉച്ചിയിലേക്ക് ഇങ്ങനെ ഈ നീളമുള്ള മൂർച്ചയുള്ള തടിക്കഷണമോ ഇരുമ്പോ അടിച്ചിറക്കി കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ ഇങ്ങനെ തുറിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് തലയോടുകൾ ഈജിപ്തിലൊരു മ്യൂസിയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുക. കന്യാസ്ത്രീകൾ കൊന്ത കയ്യിലെന്തി അവിടെ നിന്ന് നിശബ്ദരായി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുക, തൊട്ടാൽ പൊടിഞ്ഞു പോകും. ഒരു ചക്രവർത്തി യേശുവിൻ്റെ അനുഗാമികളെ കൊന്ന രീതി അങ്ങനായിരുന്നു. കുതിരകളെ കൊണ്ടുവന്ന് 2 കുതിരകളെ വിപരീത ദിശകളിലേക്ക് നിർത്തി അവയുടെ പിൻകാലുകളോട് ചേർത്ത് ഒരു കാൽ ഒരു കുതിരയുടെയും മറ്റേ കാൽ അടുത്ത കുതിരയുടെയും കാലിൽ കെട്ടി കുതിരകളെ ഒരേ സമയത്ത് സിഗ്നൽ കൊടുത്ത് 2 വശത്തേക്ക് ഓടിച്ചു കൊണ്ടുപോയി കീറിക്കൊല്ലുന്ന രീതി. വലിയ മരത്തിൽ മനുഷ്യ ശരീരം തലകീഴായി മനുഷ്യനെ കെട്ടിത്തൂക്കിയിട്ട് കാലുകൾക്കിടയിലൂടെ തടികിറക്കുന്ന വാളിന് അറുത്ത് മനുഷ്യനെ 2 പീസാക്കി മാറ്റുന്ന രീതി. ഒരു പുരുഷനെ ഈ വിധം കൊല്ലുമ്പോൾ ഭാര്യയും മക്കളും കാണികളായിട്ട് അവിടെ ഉണ്ടാകും. പലപ്പോഴും അവർ തലകറങ്ങി താഴെ വീഴുന്ന നിരവധി സന്ദർഭങ്ങൾ, വേദന നിറഞ്ഞ ഇത്തരം കാഴ്ചകളിൽ ഈ പുരുഷൻ മരിക്കുമ്പോൾ അവസാന ഘട്ടത്തിലും അയാൾ ഭയം കൊണ്ടല്ല വിട പറയുന്നത്. ഭാര്യയും മക്കളെയൊക്കെ നോക്കി പറയും,
വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. നമ്മുടെ കർത്താവ് വരാറായി. യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, വീറോടെ ഉറപ്പോടെ ശേഷമുള്ള ആളുകൾ നിൽക്കണം എന്ന ഉദ്ബുദ്ധമായ ഒരു ചിന്ത കൊടുത്തുകൊണ്ടാണ് അവർ മൺമറയുന്നതെങ്കിൽ, അങ്ങനെ മൺമറഞ്ഞു പോയ രക്തസാക്ഷികൾ നമുക്ക് പരാജയമല്ല. അവർ തന്ന ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും പറയാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ക്രിസ്തു നിമിത്തം അങ്ങനെ ഭോഷനാകേണ്ടി വന്നാലും നിവരെ നിൽക്കാൻ ത്രാണിയുള്ള ചിലരെ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരയുന്നു. യേശുവിന് വേണ്ടി പ്രസംഗിക്കാൻ, യേശുവിന് വേണ്ടി സാക്ഷിക്കാൻ, യേശുവിന് വേണ്ടി പാടാൻ, അവസാന ശ്വാസം വരെ നിൽക്കാൻ. ഒപ്പം ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സന്തോഷചിത്തമായ യേശുവിൻ്റെ പാദപീഠം എനിക്കും അനുഗമിക്കണം എന്ന ഉൾക്കടമായ വാഞ്ച അകത്തോ പുറത്തോ നിന്ന് വചനം കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉറപ്പ് പറയാം, ജയജീവിതത്തിൻ്റെ കൃത്യതയാർന്ന വഴി യേശുവിൻ്റെ മാർഗമാണ്. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ പ്രാപ്തരാകത്തക്ക വിധം നമുക്ക് നിത്യതയെ കാണാം, നിത്യതയെ ദർശിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. ഇന്ന് ഈ കേട്ട വചനം ഹൃദയാന്തര ഭാഗത്ത് നിങ്ങൾക്കൊരു പ്രകാശനം നൽകിയെങ്കിൽ ആ പ്രകാശനത്തിൻ്റെ വഴിയിൽ നമുക്ക് ഒത്തൊരുമിച്ച് ക്രിസ്തു സേവ ചെയ്യാൻ തയ്യാറെടുക്കുക. കണ്ണുകളടയ്ക്കുക, പ്രാർത്ഥിക്കുക, യേശുവിനെ അനുഗമിക്കാൻ, യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിനെ സാക്ഷിയാക്കാൻ. ഉള്ളിൽ തന്നിട്ടുള്ള ആ ബോധത്തെ ആധാരമാക്കി എനിക്ക് യേശുവിനായി ജീവിക്കണം, ഏത് വിധത്തിലും ദൈവവൈതലായി മുന്നേറണം ഈ ആഗ്രഹ ഹൃദയത്തിലുണ്ടെങ്കിൽ അവർക്ക് കരങ്ങൾ ഉയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും.